എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 30-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്ന KW ഗ്രേഡ് 3 എക്സാമിന്റെ ആ ഒരു സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, നമ്മൾ മെയിനായിട്ടും സർവേയിങ് ആണ്. സർവേയിങ്ങിന് നിങ്ങൾക്ക് അറിയാം അല്ലെ, വെയിറ്റേജ് 9 മാർക്കാണ് വെയിറ്റേജ്. സോ സർവേയിങ്ങിൽ നിന്നുള്ള കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസും കാണിക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എക്സാമുകൾ എഴുതുന്നവര് വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു റിവിഷൻ ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഞാൻ ക്വസ്റ്റ്യനിലേക്കല്ല പോകുന്നത്, ആദ്യമായിട്ട് ഞാൻ സിലബസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സർവേയിങ്ങിന് മെയിൻ ആയിട്ട് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മീൻസ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഇത്രയുമാണ്. പക്ഷെ എന്നാലും നിങ്ങൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്രയും ടോപ്പിക്കുകളിലാണ്. പക്ഷെ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനൊക്കത്തില്ല അല്ലേ, പുറത്തുനിന്ന് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ കൺവെൻഷണൽ സർവേയിങ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ. Then principle of leveling, type of leveling, reduction of levels, contouring, theodolite, modern and advanced surveying instruments. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. ലാസ്റ്റ് ലൈനിൽ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ കോണ്ടൂർ ഇന്റർവെൽ the horizontal equivalent depends on. Okay, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങൾ മാക്സിമം ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി ഓപ്ഷൻ ഏതാണെന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്, ദെൻ പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ, സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട്, സ്കെയിൽ ഓഫ്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കുറഞ്ഞ സമയമേ ഉള്ളൂ. സോ പെട്ടെന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കും. ഒരു ഗിവൺ കോണ്ടൂർ ഇന്റർവെൽ ആണ്. കോണ്ടൂർ റിലേറ്റഡ് ആയിട്ട് കുറെ ടേമുകൾ ഉണ്ടല്ലേ. കോണ്ടൂർ ഇന്റർവെൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർവെൽ ഉണ്ട്. സോ ഇതില് കോണ്ടൂർ ഇന്റർവെൽ അല്ല, ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കോണ്ടൂർ ഇന്റർവെൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട് ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ ഇക്വലന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് സ്റ്റീപ്നെസ് ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷൻസ് എന്തായിരിക്കും? നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്, പർപ്പസ്, എക്സ്റ്റെന്റ്, സ്കെയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ്. അപ്പം ശരിക്കും ഹൊറിസോണ്ടൽ പേര് പോലെ തന്നെ എല്ലാം നിങ്ങൾ ഒരിക്കലും സർവേയിങ്ങിൽ നിന്നുള്ള ഒരു ടേം പോലും കാണാതെ പഠിക്കരുത്. എല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടിപ്പുകളോ ഒക്കെ യൂസ് ചെയ്യുക. പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനെ വിളിക്കുന്ന പേരാണ്. ഇപ്പൊ നമുക്കറിയാലോ ഓരോരോ വട്ടങ്ങളും എന്താണ്, ഓരോരോ കോണ്ടൂർ ലൈൻസ് ആണ് അല്ലെ. അപ്പൊ ഇത് തമ്മിലുള്ള ഈ ഒരു ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് എങ്ങനെ കിടക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൗണ്ടിന്റെ നേച്ചർ ആണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട് ആണ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റീപ്പ് ആണോ അല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഹൊറിസോണ്ടൽ ഇക്വലന്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോണ്ടൂർ ഇന്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മറ്റ് 3 സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന PYQ ആണ്. നമുക്ക് കോണ്ടൂർ ഇന്റർവെൽ ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇതിൽ 3 തന്നിട്ട് ബാക്കി 4ാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി നോക്കുക. സ്കെയിൽ ഓഫ് മാപ്പ്, പർപ്പസ് ഓഫ് മാപ്പ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ, ഇത് രണ്ടും 2 ആണ്. ഓക്കെ, പിന്നെ നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്, അവൈലബിലിറ്റി ഓഫ് ടൈം ആൻഡ് ഫണ്ട്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കോണ്ടൂർ ഇന്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ആൻഡ് ഹൊറിസോണ്ടൽ ഇക്വലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് എന്ത്? സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് സ്റ്റീപ്നെസ് ഓഫ് ദി ഗ്രൗണ്ട് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ്സ്. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് എന്തിനെയാണ് മീൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്? പല നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോപ്പിക്കിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് കോണ്ടൂർ അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ടെറൈനുകൾ എങ്ങനെയാണ് കോണ്ടൂർ ലൈൻസ് വരുന്നതെന്ന് നിങ്ങൾ പഠിക്കാറുണ്ട്. ഓക്കെ, കോണ്ടൂർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ മാക്സിമം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ.
നിങ്ങൾ എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിരിക്കും നമ്മൾ അത്രയും ഇതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിഫോം സ്ലോപ്പ്, പ്ലെയിൻ സർഫസ്, സ്റ്റീപ്പ് സ്ലോപ്പ്, ജെന്റിൽ സ്ലോപ്പ്. ഇതിലേതാണ് ക്ലോസ്ലി സ്പേസ്ഡ് ആണ് കേട്ടോ. ക്ലോസ് ആയിട്ട് വളരെ അടുത്തടുത്തടുത്ത് കോണ്ടൂർ ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള ഗ്രൗണ്ട് ആയിരിക്കും? ഓക്കെ, ആൻസർ വരുന്നത് നേരത്തെ പറഞ്ഞ സെയിം തന്നെ, സ്റ്റീപ്പ് സ്ലോപ്പ്. ഓക്കെ, സ്റ്റീപ്പ് സ്ലോപ്പിന്റെ കേസ് ആണ് വരുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ്. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ സ്റ്റീപ്പ് സ്ലോപ്പ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആരും തന്നെ ഡൗട്ട് ചോദിച്ചില്ല സ്റ്റീപ്പ് സ്ലോപ്പ് എന്താണെന്നുള്ളത്. ഇതാണ് സ്റ്റീപ്പ് സ്ലോപ്പും ജെന്റിൽ സ്ലോപ്പും കേട്ടോ. രണ്ട് ഓപ്പോസിറ്റ് രീതിയിലുള്ള സ്ലോപ്പുകളാണ് സ്റ്റീപ്പ് സ്ലോപ്പും ജെന്റിൽ സ്ലോപ്പും. സ്റ്റീപ്പ് എന്ന് വെച്ചാൽ കുത്തനെയുള്ളതാണ്, കുത്തനെയുള്ള കയറ്റം. ഓക്കെ, പെട്ടെന്ന് സ്ലോപ്പ് ചേഞ്ച് ചെയ്ത് ഇത് വളരെ സാവധാനത്തിലുള്ള കയറ്റം. ഓക്കെ, അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ എന്താ പ്രത്യേകത? കോണ്ടൂർ ലൈൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് അടുത്തടുത്ത്. ഓക്കെ, ജെന്റിൽ സ്ലോപ്പ് ആണെങ്കിൽ എന്താ? അത് അകന്ന രീതിയിൽ മാത്രം കോണ്ടൂറിനെ എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അതാണ് ഫാർ അപ്പാർട്ട് അല്ലെങ്കിൽ ദൂരെ കൂടുതലുള്ളത് കോണ്ടൂർ ഇന്റർവെലുകൾ തമ്മിൽ, മീൻസ് കോണ്ടൂർ ലൈനുകൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് കൂടുതലുള്ളത് ജെന്റിൽ സ്ലോപ്പ്. ദെൻ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂറും ആയിരിക്കും. ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിയോഡലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ചിലർക്കൊക്കെ തെറ്റിപ്പോകും, പെട്ടെന്ന് കാണുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രശ്നം. തിയോഡലൈറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. തിയോഡലൈറ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? റേഞ്ചിങ് എ ലൈൻ, ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെന്റ്, കാൽക്കുലേറ്റിംഗ് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഓൾ ഓഫ് ദോസ്. ഓക്കെ, നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് തിയോഡലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് അല്ലെ. ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാനാണ് തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നതെന്നാണ് എപ്പോഴും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ ശ്രദ്ധിക്കുക, തിയോഡലൈറ്റിന് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ തിയോഡലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, തിയോഡലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത് റേഞ്ചിങ്ങിൽ നമുക്ക് തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. അതും നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലും ഡയറക്റ്റ് റേഞ്ചിങ്ങിലും നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് രണ്ടിനും രണ്ട് പേരാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം തിയോഡലൈറ്റ് നമ്മൾ റേഞ്ചിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് റേഞ്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആണ്. ആൻഡ് കാൽക്കുലേറ്റിംഗ് വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് തിയോഡലൈറ്റ് വെച്ചിട്ട് നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വെർട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ആ വെർട്ടിക്കൽ ആംഗിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ മൂന്നും തിയോഡലൈറ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തിയോഡലൈറ്റിന്റെ പർപ്പസ് ആണ് മൂന്നും. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ റീസെന്റ് ആയിട്ട് 2024-25 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Topographical survey, cadastral survey and city survey are included in. Topographical surveyയും cadastral surveyയും city surveyയും ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്ങിലാണ് വരുന്നത്? ഏരിയൽ സർവേ, ജിയോളജിക്കൽ സർവേ, മൈൻ സർവേ, ലാൻഡ് സർവേ. ഏതിലാണ് വരുന്നത്? വളരെ സിമ്പിൾ ആണ് അല്ലെ. ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് ടോപ്പോഗ്രഫി. കഡാസ്ട്രൽ സർവേ പോട്ടെ, ചിലപ്പോൾ കൺഫ്യൂഷൻ കാണും. സോ സിറ്റി സർവേ അല്ലെ, നമ്മുടെ സിറ്റി സീവേജ് ലൈനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവേ ചെയ്യുന്നതാണത്. ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് നോർമൽ ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെ കിടക്കും അല്ലെ, അതാണ് ടോപ്പോഗ്രഫിയിൽ വരുന്നത്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏത് സർവേയിലാണ്? ലാൻഡ് സർവേയിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ലാൻഡ് സർവേ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി ഡിറ്റർമിൻഡ് ബൈ. ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ എപ്പോഴും PSC എക്സാമിന് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് കാണുന്ന എക്സൈറ്റ്മെന്റ് നമ്മൾ നടപ്പിച്ച് തെറ്റിക്കാറുണ്ട്. പാസോമീറ്ററും പെഡോമീറ്ററും ഓഡോമീറ്ററും സ്പീഡോമീറ്ററും ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിൽ രണ്ടും സംശയം വരാം. പാസോമീറ്റർ ആണോ പെഡോമീറ്റർ ആണോ ഡിസ്റ്റൻസ് മെഷർമെന്റ് അല്ലേ? ഓക്കെ, കമന്റ് ഓരോരുത്തരായിട്ട് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ റിവിഷൻ ക്ലാസ്. ഓക്കെ, റിവിഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തെറ്റുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നതും കൂടെ ആലോചിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പാസോമീറ്റർ ആണോ പെഡോമീറ്റർ ആണോ ഓഡോമീറ്റർ ആണോ സ്പീഡോമീറ്റർ ആണോ? ഇതാണ് നമ്മൾ ഡിസ്റ്റൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല.
പെഡോമീറ്റർ ആണ് കേട്ടോ. പാസോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. പാസോമീറ്റർ എങ്ങനെ? ആവറേജ് പേസ് അറിയാമെന്നുണ്ടെങ്കിൽ, ആവറേജ് പേസ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. ഇതറിയാമെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്സ് വെച്ചു അല്ലെ, അതേ ഇൻറ്റു 80 സെന്റിമീറ്റർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് മാനുവലി കൗണ്ട് ചെയ്തെടുക്കുന്നതാണ് പാസോമീറ്റർ. പക്ഷെ പെഡോമീറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് പോലെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്റ്റൻസ് അതിൽ തന്നെ ഇലക്ട്രോണിക്കലി അതിൽ തന്നെ ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് തരുന്നതാണ് പെഡോമീറ്റർ കേട്ടോ. PSCയുടെ ആൻസർ പെഡോമീറ്റർ ആണ്. വളരെ റീസെന്റ് ആയിട്ട് 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ പെഡോമീറ്റർ ആണ് ആൻസർ. തെറ്റിയാൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിയറിംഗ് ഓഫ് എ ലൈൻ AB is 152 degree 20 minutes and the angle ABC is 124 degree 38 minutes. What is the bearing of B? ഓക്കെ, ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് തിയറി പഠിക്കാം അല്ലേ എളുപ്പത്തിൽ, പക്ഷെ കാൽക്കുലേഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് പേരുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബെയറിംഗ് ഓഫ് എ ലൈൻ AB is 152 degree 20 minutes. ആംഗിൾ ABC തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BC എത്രയാണെന്നാണ്. ബെയറിംഗ് ഓഫ് BC എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. സോ കുറച്ച് സമയം തരാം, ഒന്ന് ചെയ്ത് നോക്കുക. തെറ്റിയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും ഇതുപോലുള്ള കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ABയുടെ ബെയറിംഗ് ഓഫ് എ ലൈൻ. ബെയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഫോർ ബെയറിംഗ് ആണ് കേട്ടോ, മുന്നിലേക്കുള്ളത്, ABയിലേക്കുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിങ്ങൾ വരച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇക്വേഷൻ യൂസ് ചെയ്യാതെ വരച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, തെറ്റത്തില്ല കേട്ടോ. ആദ്യമേ നമ്മൾ വരയ്ക്കേണ്ടത് AB അല്ലേ ലൈൻ. അപ്പൊ ആ A ഭാഗം വരയ്ക്കുക. A ഭാഗം വരയ്ക്കുക. ഇവിടെ മാറ്റി വരയ്ക്കാം. A ഭാഗം വരയ്ക്കുക. AB എന്ന് പറയുന്ന ലൈനാണ്. ആ AB എന്ന് പറയുന്ന ലൈനിന്റെ ബെയറിംഗ് എത്രയാ? 152 degree 20 minutes. ഇത് ഏത് ക്വാഡ്രന്റ് വരുന്നു എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അപ്പൊ ഇത് നോർത്ത് എന്ന് മാർക്ക് ചെയ്യണം, ഇത് സൗത്ത് എന്ന് മാർക്ക് ചെയ്യണം, ഇത് ഈസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം, ഇത് വെസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം. സോ 152 degree 20 minutes ആണ് നമ്മുടെ ബെയറിംഗ് എന്ന് പറയുന്നത്. 152 degree എവിടെ വരും? നമുക്കറിയാം ഇത് 0 ആണല്ലേ. 0, 90, 180, 270, again 360. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ക്വാഡ്രന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ 152 degree എവിടെ വരും? 90ക്കും 180ക്കും ഇടയിലാണ് 152 degree 20 minutes വരുന്നത്. അപ്പൊ നമ്മുടെ വര ചുമ്മാ നമുക്ക് കണ്ണ് അടച്ച് വരച്ചേക്കുക. AB ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ മാർക്ക് ചെയ്തേക്കുക A then B. രണ്ട് എൻഡ്, ഒരു ലൈനിന്റെ രണ്ട് എൻഡ് AB മാർക്ക് ചെയ്യും. നെക്സ്റ്റ്, ആൻഡ് ദ ആംഗിൾ ABC തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബെയറിംഗ് ഓഫ് BC എന്നാണ്. ABC തന്നിട്ടുണ്ട് അല്ലേ, ABC. അപ്പൊ ABC നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. നമ്മുടെ ആദ്യത്തെ ആംഗിൾ ഇത്രയും 152 degree. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. 152 degree 20 minutes ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പം ഇത് 152 degree 20 minutes ആണെങ്കിൽ ഇത് എത്രയാ? ഇവിടുന്ന് ഇത്രയുള്ളത് എത്ര വരും? അത് ഇത് ഞാനിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കേട്ടോ. സൗത്തിൽ നിന്നും ആ ലൈനിലേക്കുള്ള എത്ര വരും? മൊത്തം 180 degree ആണ് അല്ലെ. നോർത്ത് ടു സൗത്ത് മൊത്തം 180 degree ആണ്. അപ്പൊ ഇത് എത്ര വരും? 180 ഡിഗ്രിയിൽ നിന്നും 152 degree 20 minutes മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അതാണ് ഈ ആംഗിൾ. അത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? കുറെ പേർക്ക് ഇത് ഈ ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ കുറെ പേർക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. 180 degree 0 minute ആണല്ലോ, അതിൽ നിന്ന് 20 minutes മൈനസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ കുറെ പേർക്ക് ഉള്ളൊരു ഡൗട്ടാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പൊ 180 degree 152 degree മാത്രമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ ഒരു 20 minutes എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാം, പക്ഷെ മിസ്റ്റേക്ക് വരും. സോ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? 179 degree എന്ന് എഴുതണം. ബാക്കി എത്രയാ? 1 degree അല്ലേ, അതിനെ ഞാൻ 60 minutes ആക്കി എഴുതും. ഓക്കെ, എന്നുവെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ? 180 degree ആണ് അല്ലെ. 179 degree 60 minutes എന്ന് വെച്ചാൽ 180 degree തന്നെയാണ്. ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഡിഗ്രിയിലും മിനിറ്റിലും കൂടി ചേർത്ത് എഴുതി. അതിൽ നിന്നാണ് ഞാൻ ഇനി 152 degree 20 minutes മൈനസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 60 minutes 20 minutes പോയി കഴിഞ്ഞാൽ 40 അല്ലെ, 40 minutes എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ബാക്കി എത്രയായത്? 9 2 പോയി കഴിഞ്ഞാൽ 7, then 7 5 പോയി കഴിഞ്ഞാൽ 2. ഓക്കെ, 27 degree 40 minutes എന്ന് എനിക്ക് കിട്ടി. അത് ഏത് ആംഗിളാ? ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഈ ആംഗിൾ ആണിത്, 27 degree 40 minutes. ഇനി നമുക്ക് വേണ്ട എന്താണ്? BC-നെ മാർക്ക് ചെയ്യണം അല്ലെ. BC-യെ മാർക്ക് ചെയ്യണം. സോ ബിയുടെ അവിടെ ഞാനൊരു ക്വാഡ്രന്റ് അങ്ങോട്ട് വരച്ചു.
അപ്പൊ ഈ 27°40 എവിടെയാ വരുന്നത്? ഇതാണ് കേട്ടോ. ഈ ഒരു ആംഗിൾ തന്നെയാണ് ഈ ഒരു ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ തന്നെയാണ് ആര്? ഈ 27°40 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത് എന്താ? 124°38 ആണ് എത്ര? ABC. ഇനി ഒരു BC കൂടെ വന്നു കഴിഞ്ഞാലുള്ള മൊത്തം ആംഗിൾ ആണ് 124°38 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരുമായിരിക്കും? ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും C വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ മൊത്തം ആംഗിൾ ആണ് അവർ പറഞ്ഞ 124°38 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ബെയറിംഗ് ഓഫ് BC ആണ് കണ്ടുപിടിക്കേണ്ടത്. ബെയറിംഗ് ഓഫ് BC ഏതാ? ബിയിൽ വരുന്ന ക്വാഡ്രന്റ് മുതൽ C വരെയുള്ള ഈ ആംഗിൾ ആണ്. അതെങ്ങനെ കിട്ടും? ഈ 124°38 നമ്മൾ എന്ത് ചെയ്യണം? സോറി, അതെ, മൊത്തമുള്ള ഈ ആംഗിളിൽ നമ്മൾ എന്തോ ചെയ്യണം? ഈ ചെറിയ ആംഗിള് മൈനസ് ചെയ്യാൻ മതിയാവും. ഓക്കെ, അപ്പൊ 124°38 ഞാൻ എന്ത് മൈനസ് ചെയ്യണം? 27°40 മൈനസ് ചെയ്യണം. ഓക്കെ, 38 40 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1 ഡിഗ്രി ഇപ്പുറത്തോട്ട് എടുത്ത് അതിന് എന്താക്കി? 60 + 38 98 ആക്കി. അപ്പൊ ഇവിടെ 3 ആകും. മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് കടവെടുത്തു, 1 മിനിറ്റിൽ അങ്ങോട്ട് കടവെടുത്തിട്ട് അതിന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് വരുമ്പോ 8 ന് 0.8, 9 ന് 4.5, പിന്നെ എത്രയാ? 13 അല്ലെ? 6. ഓക്കെ, പിന്നെ വരുന്നത് 11 ആണ്. 11 2 പോയി കഴിഞ്ഞാൽ 9. സോ 96°58 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. 96°58 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ, 96°58. ഇത്രയും കട്ടിയുള്ള ക്വസ്റ്റൻ ഒന്നും വരില്ലായിരിക്കും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനെ വരുവുള്ളൂ. അപ്പൊ ഞാനിത് മീൻസ് കുറച്ചുകൂടെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ സെലക്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കുറെ പേരുടെ കുറെ അധികം സംശയങ്ങൾ നീങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം 180° എന്നൊക്കെ എങ്ങനെയാണ് ഇത് മൈനസ് ചെയ്യുന്നത് അല്ലെ? അത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവാം. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? അതും ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവാം. സോ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എപ്പോഴും ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് എപ്പോഴും നമുക്ക് 3rd ഗ്രേഡ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളത്. പക്ഷേ ഇൻക്ലൂഡഡ് തന്നിട്ട് ഒരു ബെയറിംഗ് കണ്ടുപിടിക്കാൻ വന്നാൽ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എസ്റ്റാബ്ലിഷിംഗ് ബെഞ്ച് മാർക്സ് വിത്ത് ഹൈ പ്രിസിഷൻ വി കണ്ടക്ട്. ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചുമ്മാ എസ്റ്റാബ്ലിഷിംഗ് അല്ല, ഹൈ പ്രിസിഷനോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏത് ടൈപ്പ് ലെവലിംഗ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? പ്രൊഫൈൽ ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ്, പ്രിസൈസ് ലെവലിംഗ്, ബാരോമെട്രിക് ലെവലിംഗ്. ഓക്കെ, ഏതാണ്? ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, കാരണം നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓക്കെ, ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ബെഞ്ച് മാർക്ക് ഹൈ പ്രിസിഷനോട് കൂടി എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ട്, ഹൈ പ്രിസിഷനോട് കൂടി ഒരു ലെവലിംഗ് ചെയ്യുക മീൻസ് പ്രിസൈസ് ലെവലിംഗ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2-peg മെത്തേഡ് ഈസ് ദ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ്. എന്തിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് 2-peg മെത്തേഡ്? തിയോഡലൈറ്റ്, ഡംബി ലെവല്, പ്രിസ്മാറ്റിക് കോമ്പസ്, പ്ലെയിൻ ജെയർ. ഏതിന്റെയാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യാം. ഇതൊക്കെ മുൻപ് ചോദിക്കാത്ത ഒരു എക്സാമിന് മാത്രം ചോദിച്ചിട്ടുള്ള മീൻസ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റെയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറെ പേർക്ക് തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണ് 2-peg മെത്തേഡിന്റെ. ഏതിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് 2-peg മെത്തേഡ്? തിയോഡലൈറ്റ്, ഡംബി ലെവൽ, പ്രിസ്മാറ്റിക് കോമ്പസ് ആൻഡ് പ്ലെയിൻ ജെയർ. ഏതിന്റെയാണ്? ഓക്കെ, 2-peg മെത്തേഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണെന്ന് അറിയാലോ. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എന്തിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്? പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് 2-peg മെത്തേഡ് എന്ന് എപ്പോഴും ഓർക്കുക. സോ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഡംബി ലെവൽ. ഓക്കെ, സോ ഡംബി ലെവലാണ് നമ്മുടെ ഡംബി ലെവലിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 2-peg. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The survey which is carried out for the construction of roads, parks, water supply system, sewer and other constructional works for any developing township is called. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ ടൈപ്പ് ഓഫ് സർവേ പറഞ്ഞപ്പോഴേ ഞാൻ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഈ സീവർ സിസ്റ്റം ഒക്കെ വരുമ്പോൾ ഏത് ടൈപ്പ് സർവേ ആണെന്നുള്ളത്. ഓക്കെ, അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഒരു ബാക്കിയുള്ളവരല്ലേ കമന്റ് ചെയ്യാം. ഓക്കെ, ആൻസർ വരുന്നത് സീവർ വരുമ്പോൾ ഓർക്കുക, വാട്ടർ സപ്ലൈ, സീവേജ് ഇതൊക്കെ വരുമ്പോൾ ഓർക്കുക സിറ്റി സർവേ. സിറ്റിയിലൂടെയാണ് നമ്മുടെ സീവേജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഓർക്കുക. ഓക്കെ, സോ സിറ്റി സർവേ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 acre is equal to dash square changes.
ചെയിനിന്റെ സ്ക്വയർ. ഓക്കെ, ഒരു ഏക്കർ എത്ര ചെയിനിന്റെ സ്ക്വയർ? 15, 20, 10, 100. ഓക്കെ, അറിയാവുന്നവർക്ക് ചെയ്യാം. ഒരുപാട് കൺവേർഷൻസ്, യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ലെങ്തിന്റെയും ഏരിയയുടെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ നല്ല രീതിയിൽ അതൊക്കെ നോക്കിയിട്ട് പോവാ കേട്ടോ. നമ്മള് ഒരു വട്ടം പഠിച്ചെന്നവർക്ക് നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. സോ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് റിവിഷൻ ചെയ്യാം. സോ ഒരു ഏക്കർ എത്ര സ്ക്വയർ ചെയിൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. 15, 20, 10, 100. ഓക്കെ, ഒരു ഏക്കറിന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കൂ. ഒരു ഏക്കർ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഏക്കർ അല്ലാത്തത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഏക്കറിന് കറസ്പോണ്ടിങ് അല്ലാത്ത വാല്യൂ ഏതാണ്? ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏക്കറിന്റെ വാല്യൂസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഏക്കർ നമ്മൾ സ്ക്വയർ യാർഡിൽ പറയുവാണെങ്കിൽ 4840 ആണ്. സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വേണമെങ്കിൽ കൺവേർഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇത് പഠിക്കണം. അതിനടുത്ത് ഒരു ഏക്കർ എന്ന് പറയുന്നത് ഗണ്ടേഴ്സ്റ്റൈൻ എത്രയാണോ അതിന്റെ സ്ക്വയർ ഇൻറ്റു 10 ആണ്. 10 ഗണ്ടേഴ്സ്റ്റൈൻ്റെ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏക്കർ 40 ഗുന്തയാണ്. ഒരു ഏക്കർ 100 സെന്റുമാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലൊന്നുപോലും ഇല്ല ചോദിക്കാത്തത്. സോ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 10 ആണ് ആൻസർ വരുന്നത് അല്ലെ? 10 ചെയിനുകളുടെ സ്ക്വയർ. ഏത് ചെയിൻ? ഗണ്ടേഴ്സ്റ്റൈൻ. സോ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായത് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സർവേ ഇൻ വിച്ച് കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻടു അക്കൗണ്ട് ഈസ് കോൾഡ്. സിമ്പിൾ ആണ്, പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമുക്ക് ഒരു മാർക്ക് മസ്റ്റ് ആയിട്ടും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കർവേച്ചർ ഓഫ് എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, എർത്ത് മീൻസ് എപ്പോഴും നമ്മൾ ജിയോ എന്നാ പറയുന്നത് അല്ലെ? സോ കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് സർവേ ഈസ് കോൾഡ് ജിയോഡറ്റിക് സർവേ അല്ലെ? ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണല്ലോ. ഓക്കെ, ചെയ്യുന്നില്ലെങ്കിൽ പ്ലെയിൻ സർവേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The engineer scale of a drawing is started to be 1 centimeter is equal to 4 meter. Convert this to fraction scale. ഇതും 2025 നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ ആ പരീക്ഷയ്ക്കും സിലബസിൽ ഇങ്ങനെ ഇന്ന ഭാഗങ്ങളൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാനൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. So engineer scale of a drawing is stated to be 1 centimeter is equal to 4 meter ആണെങ്കിൽ അതിനെ fraction scale means representative fraction ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പൊ 1 centimeter ആണ് 4 meter അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതും? 1 centimeter നമുക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. 4 meter ആണ്. ഓക്കെ, ഈ ഹാൻഡ് റൈസ് ചെയ്ത ആളിന്റെ പേര് അറിയില്ല. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 1 centimeter by 4 meter ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ന്യൂമറേറ്ററും അംശവും ഛേദവും ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ? വലുതിനെ ചെറുതാക്കാനാണ് അല്ലെ? അപ്പൊ 1 centimeterനെ അങ്ങനെ തന്നെ ഇട്ടേക്കുക. 4 meter എത്ര സെന്റിമീറ്റർ ആണ്? 1 meter 100 സെന്റിമീറ്റർ ആയതുകൊണ്ട് 4 meter 400 സെന്റിമീറ്റർ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1/400 മീൻസ് 1:400. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1:400 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സി ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The bearing of the lines AB and BC are 130 degree and 50 degree. The include angle ABC. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. AB യുടെയും BC യുടെയും ബെയറിംഗ് ആയിട്ടുണ്ട്. അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുക. വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, 4 ബെയറിംഗ്സ് ആണ് തന്നിരിക്കുന്നത്, എ ബിയുടെയും ബി സിയുടെയും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വാഡ്രന്റ്. എ ബിയുടെ ബെയറിംഗ് എത്രയാ? 130 ഡിഗ്രി ആണ്. അപ്പൊ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, 130 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇത് 0, ഇത് 90, ഇത് 180. അപ്പൊ എവിടെയാ വരുന്നത് 130? ഈ ഒരു ക്വാഡ്രന്റിലാണ് വരുന്നത്. 90ക്കും 180ക്കും ഇടയിൽ ചുമ്മാ ഒരു ലൈൻ അങ്ങ് വരച്ചേക്കാം. അപ്പൊ അതിനെ മാർക്ക് ചെയ്തു എ ബി. നെക്സ്റ്റ് ബിയിൽ തന്നെ ഒരു ക്വാഡ്രന്റ് അങ്ങ് മാർക്ക് ചെയ്യുക. അതൊന്നും നോക്കണ്ട, മാർക്ക് ചെയ്യുക. ഇനി എന്താ വേണ്ടത്? ബി സി ആണ് വേണ്ടത് അല്ലെ? ബി സിയുടെ ബെയറിംഗ് 50 ഡിഗ്രി. അപ്പൊ ബി സിയുടെ അവിടെ വലിയ ഒരു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ബി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എ ബി എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ലൈൻ ബി സി. ബി സി എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആണ്. സോ 0ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണ് ബി സി വരുന്നത്, ബി സിയുടെ ബെയറിംഗ് വരുന്നത്. സോ അതിനിടയ്ക്ക് ഒരു ലൈൻ വരയ്ക്കുക. സോ അത് മാർക്ക് ചെയ്യുക 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി. ഇത് എത്രയായിരുന്നു? 130 ഡിഗ്രി. അപ്പൊ രണ്ടെണ്ണം നമ്മൾ മാർക്ക് ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആംഗിൾ എത്രയാ?
മൊത്തം 180 ഡിഗ്രി, അതിൽ നിന്ന് 130 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? ഇത് 50. ഓക്കെ, ഇത് 50 ആണെങ്കിൽ സിമിലർ ഈ ആംഗിൾ എത്രയാ? 50. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഡ്യൂഡ് ആംഗിൾ ഏതാ? എ ബി സി. ഓക്കെ, എ ബി സി. അപ്പൊ എത്ര മൊത്തം ആംഗിള്? 100 ഡിഗ്രി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ആദ്യം 130 മാർക്ക് ചെയ്യുക, പിന്നെ ഈ സെക്കൻഡ് 50 മാർക്ക് ചെയ്യുക, പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് മൊത്തം കിട്ടി 100 ഡിഗ്രി. ഓക്കെ, സോ ആൻസർ വരുന്നത് എ ആണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. സോ 100 ഡിഗ്രി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ 18.52 കിലോമീറ്റർ, 1.852 കിലോമീറ്റർ, 185.2 കിലോമീറ്റർ, 1852 കിലോമീറ്റർ. എത്രയാണ് ഒരു നോട്ടിക്കൽ മൈൽ? ഒരു മൈൽ എത്രയാണ്? ഓക്കെ, ഒരു മൈലും ഒരു നോട്ടിക്കൽ മൈലും ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ഞാൻ ഒരു മൈൽ എത്രയെന്ന് പറയാം. 1 മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ? 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. ഇനി ഒരു നോട്ടിക്കൽ മൈൽ, ഒരു നോട്ടിക്കൽ മൈലൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണ്? അളവാ കടലിലൊക്കെ പറയുന്നത് അല്ലെ? ഒരു നോട്ടിക്കൽ മൈൽ അതെന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലാണ്. 1.852 കിലോമീറ്റർ, 1.857 ഒക്കെ ചില ടെക്സ്റ്റ് ബുക്കുകൾ കാണാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആൻസർ, 1.852 കിലോമീറ്റർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The chain line joining two subsidiary survey stations is called auxiliary line, tie line, subsidiary line, all of the above. ഇത് 2023 നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 ഓക്സിലറി ലൈൻ, ടൈ ലൈൻ, സബ്സിഡിയറി ലൈൻ, ഓൾ ഓഫ് ദി എബോ എന്നാണ് ഓക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ചെയിൻ ലൈൻ ജോയിനിങ് ടു സബ്സിഡിയറി സർവേ സ്റ്റേഷൻ. നമ്മുടെ സർവേ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത് അല്ലെ? ഇതൊക്കെ മെയിൻ സ്റ്റേഷൻസ് ആണ്. ഈ ട്രയാങ്കിൾ കൊണ്ട് കാണിച്ചിരിക്കുന്ന എല്ലാം മെയിൻ സ്റ്റേഷൻസ് ആണ്. ഓക്കെ, 4 മെയിൻ സ്റ്റേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ മെയിൻ സ്റ്റേഷനുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് മെയിൻ സർവേ ലൈൻ. ഓക്കെ, മെയിൻ സർവേ ലൈൻ. അപ്പൊ മെയിൻ സർവേ ലൈനുകൾ ചേരുന്നതാണ് ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലെ? ബൗണ്ടറി. എന്നിട്ട് ഈ ബൗണ്ടറിക്കിടയിൽ നമുക്ക് വേണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളത് ഇവിടെ ഒരു ബിൽഡിങ്, ഇവിടെ ഒരു ബിൽഡിംഗ് എന്നൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്രയാങ്കിളുകളായിട്ട് നമ്മൾ ചെറിയ ട്രയാങ്കിളുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? ട്രയാങ്കിളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? GSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്തിനാണ്? എറർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സ്റ്റേഷനുകളിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ ട്രയാങ്കിളുകളാക്കാൻ വേണ്ടിയിട്ട് പല പല വരകൾ വരയ്ക്കാൻ പറ്റും അല്ലെ? ലൈൻസ് വരയ്ക്കാൻ പറ്റും. സോ ഈ ലൈൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് കേട്ടോ. ഏത് ലൈൻ വേണമെങ്കിലും ആവാം അല്ലെ? ടൈ ലൈൻ ആവാം, SS എന്ന് കൊടുത്തിരിക്കുന്നത് സബ്സിഡിയറി ലൈൻ ആവാം. അപ്പൊ ഇതിനെ തന്നെ മറ്റു പേരാണ് ഓക്സിലറി ലൈൻ എന്ന് പറയുന്നത്. സോ എല്ലാം തന്നെ നമുക്ക് എന്താണ്? ഒരു ചെയിൻ ലൈനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ PSC എക്സാമിന്റെ ആൻസർ ഇതായിരുന്നു, ഓൾ ഓഫ് ദി എബോ. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. മിനി ടെക്സ്റ്റില് ടോപ്പിക്കുകളെല്ലാം ഉണ്ട്. പക്ഷെ ചില ടോപ്പിക്കുകളിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ മിസ്റ്റേക്ക് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മിസ്റ്റേക്കുകളുണ്ട്. ഓക്കെ, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ടോപ്പിക്കുകളെല്ലാം ഉള്ളതാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കുകൾ പല വോളിയൂംസ് ഉണ്ടല്ലോ, അപ്പം പലതിലായിരിക്കും കണ്ടന്റുകൾ വരുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ കുറച്ച് അധികം കണ്ടന്റ് കാണും കേട്ടോ. കണ്ടന്റ് ഒരുപാടുണ്ട്, വായിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. നമ്മൾ നല്ലപോലെ മെനക്കെട്ടാൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫീൽഡ് ബുക്ക് ഓക്കെ, അപ്പം മാക്സിമം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ദ ഫീൽഡ് വർക്ക് ഓഫ് ചെയിൻ സർവേയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദി ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പൊ നമുക്ക് ചെയിൻ സർവേയിങ്ങിലെ ഫീൽഡ് വർക്ക് എന്താണെന്ന് അറിയത്തില്ലേ നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് കുറേശ്ശെ രീതിയിൽ, കാരണം സർവേ ഒക്കെ വളരെ എളുപ്പമാണ്. കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ സിവിലുകാർക്ക് മെക്കാനിക്കലുകാർക്ക് സിവിലും വളരെ ടഫാണ് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ,
നിങ്ങൾ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഫീൽഡ് വർക്ക് ഓഫ് ചെയിൻ സർവേയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദി ഫോളോയിങ് സ്റ്റെപ്സ്. ഒന്ന് റെക്കഗ്നൈസൻസ്, ദെൻ റണ്ണിംഗ് സർവേലൈൻസ്, മാർക്കിംഗ് സ്റ്റേഷൻസ്. റെക്കഗ്നൈസൻസ്, മാർക്കിംഗ് സ്റ്റേഷൻസ്, റണ്ണിംഗ് സർവേലൈൻസ്. മാർക്കിംഗ് സ്റ്റേഷൻസ്, റെക്കഗ്നൈസൻസ്, റണ്ണിംഗ് സർവേലൈൻസ്, നൺ ഓഫ് ദി എബോവ്. തെറ്റിയാണ് കമന്റ് ചെയ്തെങ്കിലും തിരുത്തി പറയുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ ഇതിപ്പോ സിവിലുകാർക്ക് അറിയും, മീൻസ് സിവിൽ പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിക്കട്ടെ. നമുക്ക് വായിക്കുമ്പോഴേ അറിയാൻ പറ്റും. റെക്കഗ്നൈസൻസ് എന്താന്ന് പറഞ്ഞുതരാം. റെക്കഗ്നൈസൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഒരു സൈറ്റിനെ വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ട് മനസ്സിലാക്കി. അപ്പൊ അതായിരിക്കുമല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? റെക്കഗ്നൈസൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും? നമ്മൾ സിമ്പിൾ ലോജിക് വെച്ച് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ റെക്കഗ്നൈസൻസിന് ശേഷം എന്ത് ചെയ്യും? സ്റ്റേഷൻ മാർക്ക് ചെയ്തിട്ടാണ് സർവേ ലൈൻസ് വരയ്ക്കുന്നത് കേട്ടോ. മാർക്കിംഗ് സ്റ്റേഷൻസ് ആണ് രണ്ടാമത്, അതിനുശേഷമാണ് റണ്ണിംഗ് സർവേ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ബി ആണ്. റെക്കഗ്നൈസൻസ്, മാർക്കിംഗ് സ്റ്റേഷൻസ്. ഓക്കെ, കറക്റ്റ്. റണ്ണിംഗ് സർവേ ലൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫീൽഡ് ബുക്ക് ഈസ് ഓഫ് സൈസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫീൽഡ് ബുക്കിന്റെ സൈസ്. ഫീൽഡ് ബുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ സൈറ്റിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനൊക്കെയാണ് ഫീൽഡ് ബുക്ക് ഉപയോഗിക്കുന്നത്. ഫീൽഡ് ബുക്കിന്റെ സൈസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്. അത് രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പൊ ഫീൽഡ് ബുക്കിന്റെ സൈസ് വരുന്നത് കമന്റ് ചെയ്തല്ലോ. ഓക്കെ, അറിയാവുന്നവർ കമന്റ് ചെയ്യാം. ഓക്കെ, 20 by 10 centimeter, 12 by 15 centimeter, 20 by 12 centimeter, 20 by 15 centimeter. അതെ, കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. 20 centimeter by 12 centimeter ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻവാർ ടൈപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ്. ഇൻവാർ എന്തിന്റെയൊക്കെ അലോയ് ആണ്? വളരെ സിമ്പിൾ ആണ് ആൻഡ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് മാർക്കുകൾ കിട്ടും. 30% നിക്കൽ, 70% സ്റ്റീൽ. അപ്പൊ നിക്കലും സ്റ്റീലും ആണ് എന്റെ കണ്ടന്റ് എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ എത്ര ശതമാനം വീതം വേണം എന്നും കൂടിയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് 64% നിക്കലും വേണം, 36% സ്റ്റീലും. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓ സോറി, അങ്ങനെയാണോ? കറക്റ്റ് ആൻസർ ഇതാണോ? 64% നിക്കലാണോ വേണ്ടത്? അല്ലേ? ഏതാണ് കൂടുതൽ വേണ്ടത്? ഓക്കെ, നിക്കൽ 36% ആണ് വേണ്ടത്. 36% നിക്കലും 64 സ്റ്റീലാണ് കൂടുതലായിട്ട് വേണ്ടത് കേട്ടോ. സ്റ്റീലിലേക്ക് നമ്മൾ നിക്കൽ ആഡ് ചെയ്യും, അതാണ്. ഓക്കെ, സോ ഇതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഒരു സർവേ വർക്ക്, മെയിൻ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഏതാണ്? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമുക്ക് ബേസ് ലൈൻ എന്നാണ് നമ്മുടെ ആ ഒരു സർവേ ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ ഏറ്റവും ആക്യുറസിയോട് കൂടി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഇൻവാർ ടൈപ്പ് ആണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഏതാണ്? അതും ഇൻവാർ ടൈപ്പ് ആണ് കേട്ടോ. മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അതും ഇൻവാർ ടൈപ്പ് ആണ്. ഓക്കെ, എപ്പോഴും ഇൻവാർ ടൈപ്പ് തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ലിങ്ക് ഓഫ് എഞ്ചിനീയേഴ്സ് ചെയിൻ ഈസ് ഈക്വൽ ടു ഡാഷ് ഫീറ്റ്. ഒരു ലിങ്ക് ആണ്, ടോട്ടൽ ലെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്. പലർക്കും ആ പരീക്ഷയ്ക്ക് തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലിങ്കിന്റെ ലെങ്ത് എത്ര ഫീറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണെന്ന് ആലോചിക്കുക, ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ആലോചിക്കുക, ഒരു ലിങ്കിന്റെ ലെങ്ത് എത്രയാണെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ്, ടോട്ടൽ ലിങ്കുകളുടെ എണ്ണം, ടോട്ടൽ ലിങ്കുകളാണ് 100 നമ്പർ. ഓക്കെ, ടോട്ടൽ ലെങ്തോ? ടോട്ടൽ ലെങ്ത് 100 ഫീറ്റ് ആണ്. അപ്പൊ ടോട്ടൽ 100 ലിങ്കും ടോട്ടൽ 100 ഫീറ്റും ഉണ്ടെങ്കിൽ ഒരു ലിങ്ക് എത്രയാ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനുകൾ തെറ്റിപ്പോണത് കേട്ടോ. ഒരു ലിങ്ക് എത്ര വരും? 100 ഫീറ്റ് മൊത്തം 100 ലിങ്കും ഉണ്ടെങ്കിൽ ഒരു ലിങ്കിന് എത്ര ഫീറ്റ് ആയിരിക്കും? അതെ, 1 ഫീറ്റ് കേട്ടോ. അപ്പൊ അതൊക്കെ ആലോചിച്ച് വേണം എഴുതാനായിട്ട്. നമ്മുടെ മാർക്ക് പെട്ടെന്ന് പോകും കേട്ടോ. 1 ഫീറ്റ് ആണ് ആൻസർ കറക്റ്റ്. നെക്സ്റ്റ്, അപ്പൊ ഞാൻ ഇതിൽ വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന PYQs ആണ് ആക്ച്വലി ഇതിൽ എല്ലാത്തിലും വരുന്നത്. ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ് മൊത്തം ലെങ്ത്. ടോട്ടൽ ലെങ്ത് ആണ് ഇതെല്ലാം. ഇത് നമ്പർ ഓഫ് ലിങ്ക്സ്, 100 ലിങ്ക്, എല്ലാം 100 ലിങ്ക് അങ്ങനെ പഠിച്ചാൽ മതി. ഒരെണ്ണത്തിന് മാത്രം 16 ലിങ്ക്. ഏതാണ്? റവന്യൂ ചെയിൻ. ഓക്കെ, റവന്യൂ ചെയിന് 33 ഫീറ്റ് ആണ്. ഗണ്ടേഴ്സ് ചെയിന്റെ പകുതിയാണ് റവന്യൂ ചെയിൻ. ഹാഫ് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് വിളിക്കുന്നത് റവന്യൂ ചെയിനെയാണ്. എഞ്ചിനീയേഴ്സ് ചെയിൻ 100 ഫീറ്റ് 100 ലിങ്ക്. ഓക്കെ,
മെട്രിക് ചെയിൻ 30 മീറ്ററിലും അവൈലബിൾ ആണ്, 20 മീറ്ററിലും അവൈലബിൾ ആണ്. 30 മീറ്റർ ആണെങ്കിൽ 150 ലിങ്ക്, 20 മീറ്റർ ആണെങ്കിൽ 100 ലിങ്ക്. ഒരു ലിങ്കിന്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ കമന്റ് ചെയ്തേ? മെട്രിക് ചെയിനിന്റെ ഒരു ലിങ്കിന്റെ ലെങ്ത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഒരു ലിങ്കിന്റെ ലെങ്ത് മെട്രിക് ചെയിനിന്റെ ഒരു ലിങ്ക് 30 മീറ്റർ ആയാലും 20 മീറ്റർ ആയാലും ഒരു ലിങ്കിന്റെ ലെങ്ത് എത്ര? 150/30 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കേട്ടോ. 20 സെന്റിമീറ്റർ ആണ് ഒരു ലിങ്കിന്റെ ലെങ്ത് മെട്രിക് ചെയിൻ കേട്ടോ. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗണ്ടേഴ്സ് ചെയിനെ വിളിക്കുന്ന വേറൊരു പേര് എന്താണത്? ഗണ്ടേഴ്സ് ചെയിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സർവേയേഴ്സ് ചെയിൻ. ഒരിക്കലും റവന്യൂ ചെയിൻ അല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ സർവേയർ അല്ലെ, ഒരിക്കലും റവന്യൂ ചെയിൻ അല്ല സർവേയർ ചെയിൻ എന്ന് വിളിക്കുന്നത്. സർവേയേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആരെയാണ്? ഗണ്ടേഴ്സ് ചെയിൻ വിളിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ എ സർവേ ലൈൻ ജോയിനിങ് ടു സ്റ്റേഷൻസ് ഇൻ ദ ഫീൽഡ് ഈസ് കോൾഡ്. ഓക്കെ, പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. എന്ത് പ്രോസസ് ആണ്? പ്രോസസ് ഓഫ് മേക്കിംഗ് എ നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് വളരെ ടെൻഷനാണ്. അത്യാവശ്യം ഒരു 75% പഠിച്ചിട്ട് ഒരാളാണെങ്കിൽ നല്ല ടെൻഷനാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വളരെ ഇതൊക്കെ ഏത് വരും അല്ലെ എന്നൊരു സംശയമാണ്. അപ്പം സംശയമുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യുക, ഉറപ്പുള്ളത് മാത്രം ഫസ്റ്റ് റൗണ്ടിൽ എഴുതുക. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ ഉറപ്പുള്ളത് മാത്രം പ്രവർത്തിക്കുക. വീണ്ടും സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും. അപ്പൊ വേണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പൊ ഇതില് ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ഒരു സർവേ ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എന്ന് വരുമ്പം ആലോചിക്കുക, ആൻസർ ഏതാണ്? റേഞ്ചിങ് ആണ്. റേഞ്ചിങ് ആണ് ഇന്റർമീഡിയറ്റ് പോയിന്റിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കേട്ടോ. തെറ്റിയാലും ഒരു പ്രശ്നമില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ എപ്പോഴും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. While chain surveying, the person who holds the handle of the chain in contact with the peg at the beginning is called. തുടക്കത്തിൽ ചെയിനിന്റെ ഹാൻഡിലും കൊണ്ട് നടക്കുന്ന ആള്, ആദ്യം നടക്കുന്ന ആള്. ഓക്കെ, വൈൽ ചെയിൻ സർവേയിങ് ദ പേഴ്സൺ. ഇതൊക്കെ എപ്പോഴും ഈ ലീഡറും ഫോളോവറും വരുന്നതൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. ലീഡറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഫോളോവറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ലീഡർ ആണ് കേട്ടോ. ഇതൊക്കെയാണോ ഒന്നുകൂടെ ആലോചിക്കുക കേട്ടോ. ലീഡർ അല്ല, ഫോളോവർ ആണ് കേട്ടോ. ഏറ്റവും സ്കില്ല് വേണ്ട ആളാണ് ഫോളോവർ. ലീഡറിന് അത്യ സ്കില്ല് ആവശ്യമില്ല, കാരണം ഫോളോവർ ആണ് ലീഡറിനെ ലീഡ് ചെയ്യുന്നത് കേട്ടോ. ലീഡറായിട്ട് അയാൾ ഞാൻ നിൽക്കുന്നേ ഉള്ളൂ അല്ലെ. പണിയെടുക്കുന്ന ആരാണ്? ഫോളോവർ ആണ്. സോ സ്കിൽഡ് ആയിട്ടുള്ള ആള് ഫോളോവർ ആയിരിക്കണം. ഓക്കെ, ഫോളോവർ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ് ലീഡർ കേട്ടോ. സോ ഫോളോവർ ആണ് ആൻസർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Stepping method to measure horizontal distances are mostly done at. Stepping method, important question, repeated question. Stepping method നമ്മൾ ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിപ്പോ സ്റ്റെപ്പുകളുടെ പ്രത്യേകത എന്താ? നേരെ ആയിരിക്കുമോ? അല്ല അല്ലെ. അപ്പൊ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കാര്യം കൂടി അതേയാണ് കേട്ടോ. അങ്ങനെ ആലോചിക്കുക. സ്റ്റെപ്പ് സ്ലോപ്ഡ് ആണ്. സോ സ്റ്റെപ്പിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ സ്ലോപ്പ് ഡൗൺ ദി ഹിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അവിടെ ക്ലിനോമീറ്റർ യൂസ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഹൈപ്പോട്ടിന്യൂസൽ അലവൻസ് എന്നൊക്കെ പറയും. ഡയറക്റ്റ് മെത്തേഡ്, ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. സോ സ്റ്റെപ്പിംഗ് മെത്തേഡ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രീതി സ്ലോപ്പ് ഡൗൺ ദി ഹിൽ ആണ്, മുകളിൽ നിന്നും താഴത്തേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളിത് അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാഗ് കറക്ഷൻ ഓഫ് എ ടേപ്പ്. സാഗായി കിടക്കാന്ന് വെച്ചാൽ എങ്ങനെ വളഞ്ഞു കിടക്കുക അല്ലെ. ഓക്കെ, ടേപ്പ് നമ്മൾ രണ്ടുപേരും ചേർന്ന് പിടിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പിടിച്ചില്ലെങ്കിൽ വളഞ്ഞു കിടക്കും അല്ലെ. സോ സാഗ് കറക്ഷൻ ഓഫ് എ ടേപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ്, ഓൾവേസ് നെഗറ്റീവ്, can be positive or negative, none of the. ഇത് ഓർത്തിരിക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതായത് ഇത്രയും നീളമുള്ള ഒരു ലൈൻ എനിക്ക് മെഷർ ചെയ്യാൻ, അതിന് ഞാൻ ഒരു ടേപ്പ് ഉപയോഗിച്ചു. സോ ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്. അപ്പൊ ആദ്യം ഞാൻ ടേപ്പ് എവിടെ പിടിക്കും? ഇവിടെ പിടിക്കും അല്ലെ. ഇവിടെ ഒരാൾ നിന്ന് ടേപ്പ് പിടിക്കുന്നു, ഇവിടെ ഒരാൾ നിന്ന് ടേപ്പ് പിടിക്കും. അപ്പൊ ആദ്യമേ ഒരു നല്ല കറക്റ്റ് ആയിട്ട് പിടിച്ചു, നീട്ടി പിടിച്ചു. നെക്സ്റ്റ് ഇവിടെ എടുത്തു, ഓക്കെ, ഇവിടെ എടുത്തു, ഓക്കെ, ഇവിടെ എല്ലാം എടുത്തു. അവസാനം എത്തിയപ്പോ കുഴഞ്ഞു. അപ്പൊ എന്ത്? മര്യാദയ്ക്ക് പിടിച്ചില്ല. അപ്പൊ എന്ത് സംഭവിക്കും? വളഞ്ഞു പോകും അല്ലെ. അപ്പൊ എപ്പോഴും സംഭവിക്കുന്ന ഒരു എറർ ആണോ സാഗ് കറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാഗ് മൂലം ഉണ്ടാകുന്ന എറർ എന്ന് പറയുന്നത്? അല്ല, എപ്പോഴും ഉണ്ടാവത്തില്ല, ആക്സിഡന്റലി സംഭവിക്കുന്നതാണ് അല്ലെ, നമ്മുടെ മിസ്റ്റേക്ക് മൂലം. ഇപ്പൊ സാഗ് കറക്ഷൻ ഓഫ് എ ടേപ്പ് ഓൾവേസ് നെഗറ്റീവ് ആണ്. സാഗ് കറക്ഷൻ ഈസ് ഓൾവേസ് എന്താണ്?
നെഗറ്റീവ് ആണ്. ഞാനിവിടെ കുറച്ച് എററുകളും അവയുടെ നേച്ചറും ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാം വായിച്ച് പഠിച്ച് വരുന്ന പഠിക്കുന്നതിലും ബെറ്റർ ആണ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എന്റെ ആൻസർ ജസ്റ്റ് പറഞ്ഞേക്കാം, ഓൾവേസ് നെഗറ്റീവ് ആണ് സ്റ്റൈൽ കറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഒന്നാമത്തെ എറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ. ഓക്കെ, എറർ ഡ്യൂ ടു ലെങ്ത്, കറക്ഷൻ ഡ്യൂ ടു ലെങ്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അത് ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാം. ടെമ്പറേച്ചർ വേരിയേഷനും ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എന്താണ് ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. ഓരോ ലെങ്ത് മെഷർമെന്റിലും കൂടിക്കൊണ്ടേയിരിക്കുന്ന എററാണ് ക്യുമുലേറ്റീവ് എറർ. കോമ്പൻസേറ്റിംഗ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന എററാണ്. ഓക്കെ, മിസ്റ്റേക്ക് മോഡ്. അടുത്ത കെയർലെസ് ഹോൾഡിംഗ് ഓർ മാർക്കിംഗ്, കോമ്പൻസേറ്റിംഗ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കേട്ടോ, ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ബാഡ് റേഞ്ചിങ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ക്യുമുലേറ്റീവ് പോസിറ്റീവ്. ബാക്കി എല്ലാം ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആലോചിക്കുക, എറർ ആണ് പോസിറ്റീവ് കേട്ടോ. എറർ എന്ത് നേച്ചർ ആണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറക്ഷൻ കേട്ടോ. എററിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കറക്ഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. കറക്ഷൻ ആണ്. കറക്ഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്താ, എററാണ് കേട്ടോ. രണ്ടും കൂടെ പഠിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. സോ ഈ ടേബിൾ പഠിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ബാഡ് റേഞ്ചിങ്ങും കെയർലെസ് ഹോൾഡിങ്ങും ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ സാഗ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എന്താണ്, എററാണ് ക്യുമുലേറ്റീവ് പോസിറ്റീവ്. കറക്ഷൻ എന്ത് വരും, നെഗറ്റീവ്. ഓക്കെ ഓക്കെ. സാഗ്, സ്ലോപ്പ്, പിന്നെ ലെങ്ത് ഷോർട്ട് ആവുന്നത്, ഇതെല്ലാം നെഗറ്റീവ് ആണ് കറക്ഷൻ കേട്ടോ. SSS എന്ന് പഠിക്കുക, നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ആ ടേബിൾ ഓർമ്മയുള്ളവർക്ക് കമന്റ് ചെയ്യാൻ പറ്റും. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് എറർ ആണ്? പോസിറ്റീവ് ക്യുമുലേറ്റീവ് എറർ, നെഗറ്റീവ് ക്യുമുലേറ്റീവ് എറർ, കോമ്പൻസേറ്റിംഗ് എറർ. നൺ ഓഫ് ദി എറർ. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ഇപ്പൊ നമ്മൾ റിവിഷൻ പോലെ തന്നെ കൺസിഡർ ചെയ്യുക കേട്ടോ. ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഏതിലാ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയ. ടേബിള് അത്യാവശ്യം വായിച്ചു നോക്കിയവർക്ക് ഓർമ്മ കാണും. ടേബിൾ നോക്കിയില്ലേ? ഓക്കെ, ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആകാം, ക്യുമുലേറ്റീവ് നെഗറ്റീവ് ആകാം കേട്ടോ. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ് എറർ. ഓക്കെ, കോമ്പൻസേറ്റിംഗ് പോസിറ്റീവ്, കോമ്പൻസേറ്റിംഗ് നെഗറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് കോമ്പൻസേറ്റിംഗ് പോസിറ്റീവ്. കാരണം എന്താ കാര്യം, ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ അല്ലേ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെന്റ് എടുക്കുമ്പോൾ എപ്പോഴും മീൻസ് നമ്മൾ വലിച്ചു പിടിക്കുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻകറക്റ്റ് ആയിട്ട് വലിച്ചു പിടിക്കണമെന്നില്ലല്ലോ അല്ലെ. ആക്സിഡന്റലി സംഭവിക്കുന്നതാണ്. സോ കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. സോ കോമ്പൻസേറ്റിംഗ് എറർ ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയാംഗിൾ ഓഫ് എറർ ഈസ് ഫോംഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ്. ഈ മെത്തേഡുകളൊക്കെ ഏതിന്റെയാണെന്ന് അറിയാലോ അല്ലെ. ട്രയൽ ആൻഡ് എറർ ഒക്കെ വരുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് കേട്ടോ. പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 മെത്തേഡുകളാണ് ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, ബെസൽസ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ലേമാൻസ് മെത്തേഡ്. ഇതിന്റെ എല്ലാം ഓൾട്ടർനേറ്റ് നെയിംസും പഠിച്ചു വെക്കണം, ചോദിക്കാറുള്ളതാണ് കേട്ടോ. ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, ബെസൽസ് സൊല്യൂഷൻ, ലേമാൻസ് മെത്തേഡ്. ഇതിൽ ഏതാണ് ട്രയാംഗിൾ ഓഫ് എറർ വരുന്നത്? ട്രയാംഗിൾ ഓഫ് എറർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ഓൾട്ടർനേറ്റ് നെയിംസും കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് ഓൾട്ടർനേറ്റ് നെയിംസ്. ഓക്കെ, ട്രേസിംഗ് പേപ്പർ മെത്തേഡ് അല്ലെ. അതിന്റെ മറ്റൊരു പേരാണ് മെക്കാനിക്കൽ മെത്തേഡ്. ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്. ബെസൽസ് മെത്തേഡ്, ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയാറുണ്ട്. ലേമാൻസ് മെത്തേഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. വീണ്ടും തെറ്റുമ്പോൾ വീണ്ടും വേറെ വാല്യൂട്ട് ചെയ്യുക, വീണ്ടും ചെയ്യുക, വീണ്ടും ചെയ്യാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നത്. ട്രൈ ചെയ്യുന്നു, തെറ്റിപ്പോകുന്നു, ട്രൈ ചെയ്യുന്നു, തെറ്റിപ്പോകുന്നു. ഓക്കെ, അതാണ് ലേമാൻസ് മെത്തേഡ്. അപ്പൊ ലേമാൻസ് മെത്തേഡിലാണ് ആക്ച്വലി ഈ ട്രയാംഗിൾ ഓഫ് എറർ വരുന്നത്. ഈ എറർ വെച്ചിട്ട് ഓർക്കാറുണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ എറർ ട്രയാംഗിൾ ഓഫ് എറർ വരുന്ന മെത്തേഡ് ലേമാൻസ് മെത്തേഡ്. സോ ആൻസർ വരുന്നത് സി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെല്ലാം 3 പോയിന്റ് പ്രോബ്ലത്തിന്റെ മെത്തേഡുകളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കോമ്പസ് യൂസ്ഡ് ഫോർ ഓറിയന്റേഷൻ ഓഫ് പ്ലെയിൻ ടേബിൾ വ്യൂ. പ്ലെയിൻ ടേബിളിന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമ്പസ് ഏതാ? സർവേയസ് കോമ്പസ്, പ്രിസ്മാറ്റിക് കോമ്പസ്, ട്രഫ് കോമ്പസ്, ഓൾ ഓഫ് ദി അബോവ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് കോമ്പസ് ആണ് പ്ലെയിൻ ടേബിളിന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്? കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ട്രഫ് കോമ്പസ് അല്ലെ. സർവേയസ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും നമ്മൾ കോമ്പസ് സർവേയിൽ യൂസ് ചെയ്യുന്നതാണ്. ട്രഫ് കോമ്പസ് ആണ് പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്നത്. സോ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of determining the plotted position of the station occupied by plane table by means of sites taken towards known points, location of which have been plotted. അതായത് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ ചെയ്യുവാണ്. അപ്പൊ അതില് നമ്മൾ മെയിൻ ആയിട്ട് നമുക്കറിയാലോ ട്രഫ് കോമ്പസ് ആണ്. ഇവിടെ പറഞ്ഞു ട്രഫ് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ.
ഇനി ട്രസ്റ്റ് കോമ്പസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അറിയാവുന്ന പോയിന്റുകളിലേക്ക് സൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഏത് മെത്തേഡാണ്? അറിയാവുന്ന നോൺ പോയിന്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നോൺ പോയിന്റ്സ്, ആ നോൺ പോയിന്റ്സ് 3 ആവാം 2 ആവാം കേട്ടോ. അപ്പൊ ഇങ്ങനെ 3 ആണെങ്കിൽ 3 പോയിന്റ് പ്രോബ്ലം, 2 ആണെങ്കിൽ 2 പോയിന്റ്. ഇങ്ങനെ നോൺ പോയിന്റ്സിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ മെത്തേഡ് ഏതാണ്? പ്ലെയിൻ ടേബിൾ സർവേ മെത്തേഡ് ഏതാ? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് റേഡിയേഷൻ. വളരെ ഇന്നാക്സസിബിൾ പോയിന്റുകളിൽ ചെയ്യുന്ന മെത്തേഡ് ഇന്റർസെക്ഷൻ മെത്തേഡ്. ഓക്കെ, പിന്നെ നമ്മളൊരു ബൗണ്ടറി ലൊക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേഷൻ പോയിന്റുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ട്രാവേഴ്സിങ്ങും റിസെക്ഷനും. അതിൽ നോൺ പോയിന്റ്സ് എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ മെത്തേഡ് റിസെക്ഷൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റിസെക്ഷനിൽ വരുന്ന 2 മെത്തേഡ്സ് ആണ് 3 പോയിന്റ് പ്രോബ്ലം ആൻഡ് 2 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ് പ്രോബ്ലത്തിന്റെ മെത്തേഡ് ആണ് നിങ്ങൾ നേരത്തെ കണ്ട ഈ 3. ഓക്കെ, ഇതൊക്കെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലംബിംഗ് ഫോർക്ക് ഈസ് യൂസ്ഡ് ഫോർ. നമ്മൾ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് പ്ലംബിംഗ് ഫോർക്ക്. സിമ്പിൾ ആണ് അല്ലേ, ഊക്കുകട്ട അല്ലെ. പ്ലംബിംഗ് ഫോർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെന്ററിങ്, ലെവലിംഗ്, ഓറിയന്റേഷൻ, സൈറ്റ്. ഓക്കെ, എളുപ്പം പറയണം കേട്ടോ. ഏതാണ് ആൻസർ വരുന്നത്? പ്ലംബിംഗ് ഫോർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പ്ലെയിൻ ടേബിൾ വെക്കുന്നു, പ്ലെയിൻ ടേബിളിന്റെ സെന്ററിലായിട്ട് നമ്മൾ തൂക്കുകട്ട തൂക്കി പിടിക്കുന്നു, പ്ലംബിംഗ് ഫോർക്ക് തൂക്കി പിടിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് സെന്ററിങ് ചെയ്യാൻ. കറക്റ്റ്, സെന്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്യുന്നത്, സെന്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർസെക്ഷൻ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ്. ഇന്റർസെക്ഷൻ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സ്റ്റെപ്പിംഗ് മെത്തേഡ്, ഗ്രാഫിക് ട്രയാങ്കുലേഷൻ മെത്തേഡ്, ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ഇത്രയും 28 ക്വസ്റ്റ്യനും അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ പറയാൻ വേണ്ടി പറ്റും. ഇന്റർസെക്ഷൻ മെത്തേഡിന്റെ മറ്റൊരു പേരെന്താണ്? സ്റ്റെപ്പിംഗ് മെത്തേഡ് നമ്മൾ ഒരിടത്ത് മെൻഷൻ ചെയ്തു അല്ലെ. ട്രേസിംഗ് പേപ്പർ മെത്തേഡ് പറഞ്ഞു, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറഞ്ഞു, ഗ്രാഫിക് ട്രയാങ്കുലേഷൻ എവിടെയും നമ്മൾ പറഞ്ഞില്ല അല്ലെ. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? ഇന്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രാഫിക് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നാണ്. സ്റ്റെപ്പിംഗ് മെത്തേഡ് വരുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ്, ചെയിൻ സർവേയിൽ. ഓക്കെ, ട്രേസിംഗ് പേപ്പറും ട്രയൽ ആൻഡ് എററും നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലെ മെത്തേഡ് തന്നെയാണ്. പക്ഷെ അത് ഏത് മെത്തേഡാണ്? റിസെക്ഷനിൽ വരുന്ന 3 പോയിന്റ് പ്രോബ്ലത്തിൽ വരുന്ന 2 മെത്തേഡുകളാണ്. ഓക്കെ, ഇന്റർസെക്ഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഗ്രാഫിക് ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ പ്ലെയിൻ ടേബിൾ ടു സം ഫിക്സഡ് ഡയറക്ഷൻ സോ ദാറ്റ് ലൈൻ റെപ്രസെന്റിംഗ് എ സർട്ടൈൻ ഡയറക്ഷൻ ഓൺ ദ പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഈസ് ഇൻ ഗ്രൗണ്ട് ഈസ് ഫോൾഡ്. വലിയ സെന്റൻസ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. The process of putting plane table to some fixed direction so that line representing a certain direction. Direction means direction കണ്ടുപിടിക്കുക, ഡയറക്ഷൻ കറക്റ്റ് ആക്കുക. പ്ലെയിൻ ടേബിളിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആക്കുക. എന്താണത്? ഡയറക്ഷൻ കറക്റ്റ് ആക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്തായിരിക്കും? അതെ, ഓറിയന്റേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഓറിയന്റ് ചെയ്യുക അങ്ങനല്ലേ നമ്മൾ പറയുന്നത് അല്ലെ. ഓറിയന്റേഷൻ നിങ്ങൾക്ക് ബിൽഡിംഗ് ഡ്രോയിങ്ങിലൊക്കെ വരുന്നുണ്ട്, ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ്സ് അല്ലെ. ഓരോ റൂമുകളും ബിൽഡിങ്ങിന്റെ ഓരോ കറക്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്രമീകരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഓറിയന്റേഷൻ, ഡയറക്ഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, സോ അതാണ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ പ്ലെയിൻ ടേബിളിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഓറിയന്റേഷൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ദ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് 189 degree 30 minutes ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിലേക്ക് ഹോൾ സർക്കിൾ ബെയറിംഗിനെ മാറ്റും. കണ്ടുപിടിച്ച് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിളിലുള്ള റൂൾസ് പഠിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ വരച്ച് കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് വരച്ച് കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം മെത്തേഡ് എന്നാണ് കേട്ടോ. അപ്പൊ ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാഡ്രൻസ് വരയ്ക്കുക. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. എന്നിട്ട് 189 degree ഇവിടെ വരും. ഇവിടെ 0 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 180 ആണ്. അപ്പൊ 180 കഴിഞ്ഞാണ് 189 degree അല്ലെ. അപ്പൊ നമ്മുടെ ലൈൻ വരുന്നത് ഇവിടെ. അപ്പൊ ആംഗിൾ എങ്ങനെ മാർക്ക് ചെയ്യും? നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൈൻ വരെ എത്രയാ? 189 degree 30 minutes മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് പറയണം അല്ലെ. ക്വാഡ്രന്റൽ സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് വിത്ത് ക്വാഡ്രൻസ് ആണ് അല്ലെ. ക്വാഡ്രന്റ് ഏതിലെ ലൈൻ നമ്മൾ നിൽക്കുന്നത്? സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ക്വാഡ്രന്റിലാണ്. അപ്പം വെസ്റ്റ് സൗത്ത് എന്ന് എഴുതുവോ? ഇല്ല. സൗത്തിൽ നിന്നോ നോർത്തിൽ നിന്നോ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. തെക്ക് വടക്ക്. ഓക്കെ, തെക്ക് വടക്കെന്നും കിഴക്ക് അങ്ങനെ നമ്മൾ പറയുള്ളൂ അല്ലെ. അപ്പോ നമ്മൾ ഇതിൽ പറയുമ്പോൾ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്, ഇങ്ങനെ സൗത്തിൽ നിന്ന് നോർത്തിൽ നിന്ന്, സൗത്തോ നോർത്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം നമ്മുടെ ലൈൻ കിടക്കുന്നത് സൗത്തിനും വെസ്റ്റിനും ഇടയിലായതുകൊണ്ട് നമ്മുടെ ക്വാഡ്രന്റ് സൗത്ത് വെസ്റ്റ്. ഇനി അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം, എഴുതണം, ആംഗിൾ എത്രയാണ്, സൗത്ത് മുതൽ വെസ്റ്റ് വരെയുള്ള ആംഗിൾ എത്രയാണ്, എത്രയാ, ഇവിടെ വരെ 180 ആണെങ്കിൽ ബാക്കി എത്രയാ, 9 ഡിഗ്രി 30 മിനിറ്റ് അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ, എന്താണ്, സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ലൈൻ വരുന്നതെങ്കിൽ നമുക്കൊരു റൂൾ ഉണ്ട്, എന്ത് വരും, ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റമേ മൈനസ് 180 ഡിഗ്രി. അത് വേണമെങ്കിൽ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. 189 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രന്റ് വരുന്ന ഭാഗം 9 ഡിഗ്രി 30 മിനിറ്റ്. കേട്ടോ, അതൊക്കെ സിമ്പിൾ ആണ്. ആരും ആൻസർ പറയുന്നില്ല, എല്ലാവർക്കും പ്രോബ്ലം ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, സോ സൗത്ത് 9 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങൾ ക്ലാസ്സുകളുടെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൈൻസ് കണക്ടിങ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഡിക്ലിനേഷൻ ഇസ് 0 ആർ നോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ലൈൻ കണക്ടിങ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഡിക്ലിനേഷൻ ഇസ് 0. 0 ഡിക്ലിനേഷൻ ഉള്ള പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, ഇതിലാകെപ്പാടെ 0 വെച്ചിട്ടുള്ള ഒറ്റ പേരേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഐസോക്ലിനിക് വന്നിരുന്നെങ്കിൽ ചിലത് കൺഫ്യൂഷൻ വന്നേനെ. സോ ആൻസർ വരുന്നത് കറക്റ്റ് ആണ്, ഐസോഗോണിക് ലൈൻസ്. ഐസോഗോണിക് അല്ല, എഗോണിക് ലൈൻസ് അല്ലെ. എന്താ 0 ഡിക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എഗോണിക്, എ ആണ് വരുന്നത്, 0. ഓക്കെ, ഐസോ എന്ന് വെച്ചാൽ എന്താണ്, ഐസോയുടെ മീനിങ് എന്താ, ഐസോ മീൻസ് സെയിം എന്നാണ് മീനിങ്. സോ സെയിം ഡിക്ലിനേഷൻ ഉള്ള പോയിന്റുകളെ തന്നെ കണക്ട് ചെയ്യുന്നത് ഐസോഗോണിക്. ഡിഫറെന്റ് ആണെങ്കിൽ എഗോണിക്, മീൻസ് 0 ആണെങ്കിൽ എഗോണിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് സൗത്ത് 58 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. Calculate true bearing if the declination is 6 degree 30 minute west. Magnetic bearing ആണെന്നുണ്ട്, ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കണം, ഡിക്ലിനേഷനും ഒന്നുമില്ല. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇതിപ്പോ ഇങ്ങനെ ക്വാഡ്രന്റ് വെച്ചിട്ട് തരുമ്പോൾ എല്ലാവർക്കും തെറ്റിക്കും. പക്ഷെ അതൊരു മീൻസ് ഒരു ഹോൾ സർക്കിൾ ബെയറിംഗിലാണ് വന്നിരുന്നെങ്കിൽ എല്ലാവരും ശരിയാക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും തെറ്റുന്നത് ഈ രീതിയിൽ ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴാണ്, സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇങ്ങനെ പറയുമ്പോഴാണ് തെറ്റിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ട്രൂ ബെയറിംഗ് ഇഫ് ദ ഡിക്ലിനേഷൻ 6 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. സൗത്ത് ഈസ്റ്റ് അല്ലേ, ഇപ്പൊ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എവിടാ നിൽക്കുന്നത്, സൗത്ത് ഈസ്റ്റിലാണ് നമ്മുടെ ആംഗിളും ലൈൻ നിൽക്കുന്നത്. ഇങ്ങനെ സൗത്ത് ഈസ്റ്റ്, ഇതാണ് നമ്മുടെ 58 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിക്ലിനേഷൻ, അപ്പൊ ശരിക്കും ഇങ്ങനെ നിൽക്കേണ്ട ലൈനാണ്, പക്ഷെ എന്താ അതിന്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 6 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ബെയറിംഗ് വന്നിട്ടുണ്ട് എത്ര, 58 ഡിഗ്രി 30 മിനിറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സൗത്തിൽ നിന്നും മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്രയാണെങ്കിൽ വെസ്റ്റിലേക്കുള്ള ഡിക്ലിനേഷൻ 6 ഡിഗ്രി 30 മിനിറ്റ് ആണെങ്കിൽ ട്രൂ ബെയറിംഗ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ട്രൂ ബെയറിംഗ്, അതായത് ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗിന്റെ കൂടെ ഈ ആംഗിള് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഈ രീതിയിലാണ് തരുന്നതെങ്കിൽ ഇത്രേ ഉള്ളൂ, 58 ഡിഗ്രി 30 മിനിറ്റിന്റെ കൂടെ നമ്മൾ 6 ഡിഗ്രി 30 മിനിറ്റ് ആഡ് ചെയ്യും. ഓക്കെ, പ്ലസ് ആണ് കേട്ടോ, ആഡ് ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ആണെന്ന് കരുതി ഒരിക്കലും നെഗറ്റീവ് ഇടരുത്, കാരണം നമുക്ക് തന്നിരിക്കുന്നത് ഈ ഫോർമാറ്റിലാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ മൈനസ് ചെയ്യരുത് കേട്ടോ. മറ്റേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ മീൻസ് ഹോൾ സർക്കിൾ ബിയറിംഗിൽ വന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യുക, സോറി മൈനസ് ചെയ്യുക. വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. പക്ഷേ ഈ ഒരു രീതിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ക്വാഡ്രന്റ് നോക്കുക, അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 60 മിനിറ്റ് എന്ന് വരും. 14 1 64 ഡിഗ്രി 60 മിനിറ്റ് എന്ന് വരും. 64 ഡിഗ്രി 60 മിനിറ്റ് എത്രയാ, 60 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര, 1 ഡിഗ്രി. സോ 64 1 65 ഡിഗ്രി വരും. സോ സൗത്ത് ഈസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്, ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും നമുക്ക് തേർഡ് ഗ്രേഡിന് വരത്തില്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ആലോചിക്കില്ല, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ടഫായിട്ട് തേർഡ് ഗ്രേഡിന് എന്തായാലും ചോദിക്കത്തില്ല. ഓക്കെ, എന്നാലും ഈ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. എളുപ്പം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്റ്റെന്റ് ഓഫ് ഡയാണൽ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഡയാണൽ വേരിയേഷൻ അല്ലെ, ഡയാണൽ വേരിയേഷന്റെ എക്സ്റ്റെന്റ് പ്രത്യേകതയാണ് ചോദിക്കുന്നത്. ഗ്രേറ്റർ അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ലെസ് അറ്റ് ദി പോൾസ്.
ലെസ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദി പോൾ. സെയിം അറ്റ് ബോത്ത് ഇക്വേറ്റർ ആൻഡ് പോൾസ്. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൊക്കാലിറ്റി. ഓക്കെ, ആൻസർ കമന്റ് ചെയ്യാം. സി അല്ല കേട്ടോ, സെയിം അല്ല, എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. സി അല്ല, ഡിഫറെന്റ് ആണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 3 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്ക. ഡയണൽ വേരിയേഷൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേട്ടോ ഡെയിലി വേരിയേഷൻ. ഡെയിലി വേരിയേഷൻ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും മാഗ്നറ്റിക് ഡിക്ലിനേഷനിൽ എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു, ഇതെത്ര പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് ഡെയിലി വേരിയേഷനിൽ കൂടുതൽ എപ്പോൾ മോർ എന്താണ്, ഡേ ടൈമിൽ കൂടുതലായിരിക്കും, സമ്മറിൽ കൂടുതലായിരിക്കും, ദെൻ പോൾസിൽ കൂടുതലായിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കും. പോളിൽ കൂടുതലാണ്, ഡേ ടൈമിൽ കൂടുതലാണ്, സമ്മറിൽ കൂടുതൽ. ഓക്കെ, അത്രയൊന്ന് പഠിച്ചു വയ്ക്കാം. സി ആണ്, സി അല്ല ആൻസർ. ആൻസർ എന്ത് വരും? മോർ നിയർ ദി പോൾസ്. അപ്പൊ എവിടെ ആൻസർ വരുന്നത്? ഇതാണ് ആൻസർ അല്ലെ, 34. ബി ആണ്, ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗേറ്റ് ക്യാപ്പ് ഈസ് ഫിറ്റഡ് വിത്ത്. അഗേറ്റ് ക്യാപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മള് ആ ഒരു ഇൻസ്ട്രുമെന്റിലെ അത്യാവശ്യം കുറച്ച് കമ്പോണന്റുകൾ അല്ലെങ്കിൽ പാർട്ടുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ് കേട്ടോ. അഗേറ്റ് ക്യാപ്പ് ഈസ് ഫിറ്റഡ് വിത്ത് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ് അഗേറ്റ് ക്യാപ്പ്. ക്രോസ്റ്റാഫ്, ഡംബി ലെവൽ, ചെയിൻ, പ്രിസ്മാറ്റിക് കോമ്പസ്. ചെയിൻ അല്ലെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ? ചെയിൻ അല്ല, ചെയിൻ ഒരിക്കലും വരില്ല. ചെയിന് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സോ ചെയിൻ വരില്ല. ഡംബി ലെവലിനും വളരെ കുറച്ച് പാർട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സംഭവം. ഇത് എന്താണിത്? എന്താണെന്ന് കമന്റ് ചെയ്തേ. ഇത് എന്താണെന്ന് കമന്റ് ചെയ്തേ. ഡംബി ലെവൽ അല്ലല്ലോ, എന്താ ഇത്? കോമ്പസ് ആണ് കേട്ടോ. കോമ്പസ്. ഏത് കോമ്പസ്? പ്രിസ്മാറ്റിക് കോമ്പസ്. സർവേസ് കോമ്പസിന് ഇത്രയും കമ്പോണന്റുകൾ ഇല്ല. സോ പ്രിസ്മാറ്റിക് കോമ്പസിൽ വരുന്നതാണ് അഗേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതെ, പ്രിസ്മാറ്റിക് കോമ്പസ് കണ്ടോ. അഗേറ്റ് ക്യാപ്പ് ഇരിക്കുന്നു, ഫിഗർ ഇതാണ് അഗേറ്റ് ക്യാപ്പ്. ഓക്കെ, സർവേസ് കോമ്പസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കമ്പോണന്റുകൾ ഇല്ല കേട്ടോ. അപ്പൊ പ്രിസ്മാറ്റിക് കോമ്പസിനാണ് അഗേറ്റ് ക്യാപ്പ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഗ്രാജുവേഷൻസ് ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസ് എപ്പോഴും പഠിക്കണം. പ്രിസ്മാറ്റിക് കോമ്പസിന്റെയും സർവേസ് കോമ്പസിന്റെയും കമ്പാരിസൺ ടേബിൾ ആക്കി വരച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ഗ്രാജുവേഷൻസിന്റെ പ്രത്യേകത എന്താണ്? Are inverted, are upright, run clockwise having 0 degree at north, run clockwise having 0 degree at south. The correct statements are. ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? ഇതില് ഈ 0 ഡിഗ്രി അറ്റ് നോർത്ത്, 0 ഡിഗ്രി അറ്റ് സൗത്ത്, ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, 90 ഡിഗ്രി എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, 180 ഡിഗ്രി എവിടെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കാം. പ്രിസ്മാറ്റിക്കിന്റെയും സർവേസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്ത് വേണം എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഏതാണ് വരുന്ന ആൻസർ? പ്രിസ്മാറ്റിക് കോമ്പസിൽ റീഡിങ്സ് എല്ലാം ഇൻവേർട്ടഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻവേർട്ടഡിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ അപ്രൈറ്റ് അല്ലെ, നേരെ തലതിരിച്ച്. നെക്സ്റ്റ്, റൺ ക്ലോക്ക് വൈസ് ഹാവിംഗ് 0 ഡിഗ്രി അറ്റ് നോർത്ത് ആണോ, റൺ ക്ലോക്ക് വൈസ് ഹാവിംഗ് 0 ഡിഗ്രി അറ്റ് സൗത്ത് ആണോ? പ്രിസ്മാറ്റിക് കോമ്പസിൽ എപ്പോഴും 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിലായിരിക്കും കേട്ടോ, നോർത്തിലല്ല സൗത്തിലാണ്. ഓക്കെ, അപ്പൊ 1ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. സോ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ ഫോർബെയറിംഗ് ഓഫ് എ ലൈൻ എ ബി is 85 degree and that of a line BC is 105 degree, then the include angle between the line is. include angle കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, തിരിച്ചു ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, എ ബിയുടെ ഫോർബെയറിംഗ് 85 ഡിഗ്രി ആണ്, ബി സിയുടെ ഫോർബെയറിംഗ് 105 ഡിഗ്രി ആണെങ്കിൽ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? ഓക്കെ, അപ്പൊ നേരത്തെ പോലെ തന്നെ ആദ്യമേ എ ബി വരയ്ക്കാൻ പോണു. സോ എ ബി നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് 85 ഡിഗ്രി ആണ്, 90 ആണ് ഇവിടെ വരെ അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ വരും എ ബി. ഞാൻ വരച്ചു 85 ഡിഗ്രി. ഇനി എന്താ അടുത്തത്? ഇത് എ ആണ്, ഇത് ബിയുടെ എൻഡ് ആണ്. സോ അടുത്ത ക്വാർട്ടറിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ബി സി 105 ഡിഗ്രി ആണ് അല്ലെ. 105 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ വരും അല്ലെ.
90നും 180നും ഇടയ്ക്ക്. സോ ബി സി ഇത് മാർക്ക് ചെയ്തു 105 ഡിഗ്രി. ഏതാ വേണ്ടത്? ദ ഇൻക്ലൂഡ് ആംഗിൾ ഇതാണ് അല്ലെ. ഇൻക്ലൂഡ് ആംഗിൾ എ ബി സി വേണം. എ ബി സി എങ്ങനെ കണ്ടുപിടിക്കും? എ ബി സി ഇതാണ് എ ബി സി. ഇൻക്ലൂഡഡ് ആംഗിൾ എ ബി സി എങ്ങനെ കണ്ടുപിടിക്കും? 105ന്റെ ബാക്കി ഇവിടെ എത്ര വരും? 180ൽ നിന്ന് അല്ലെ. അതേ പ്ലസ് ഈ ആംഗിൾ. ഈ ആംഗിൾ എത്രയാ? ഇത് മാത്രം 85 ഡിഗ്രി അല്ലെ. ഇത് 85 ആണെങ്കിൽ ഇത് മാത്രം 85. ബാക്കി ഈ ആംഗിൾ കൂടെ ഉണ്ടെങ്കിൽ മൊത്തം കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോ ഈ ആംഗിൾ കിട്ടാൻ വേണ്ടി 180ൽ നിന്നും 105 ഡിഗ്രി മൈനസ് ചെയ്യാം കേട്ടോ. 180ൽ നിന്നും 105 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 75 ഡിഗ്രിയാണ്. സോ 75 പ്ലസ് 85 ചെയ്യുമ്പോൾ എത്ര വരും? 160 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്ത് പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ അത് ചെയ്തൊന്ന് നോക്കുക കേട്ടോ. 160 ഡിഗ്രി. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ ഫോർ എ ലൈൻ എ ബി? എ ബി എന്ന് പറഞ്ഞിട്ട് ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് ട്രൂ? ഫോർബെയറിംഗ് ഓഫ് ലൈൻ എ ബി ആൻഡ് ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി ഡിഫർ ബൈ 180 ഡിഗ്രി. Forebearing of AB and backbearing of BA differ by 180 degree. Both A and B are correct. None of the above are correct. ഏതാണ് ആൻസർ? ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഫോർബെയറിംഗും ബാക്ക് ബെയറിംഗും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടണമെന്നാണ്. അപ്പോ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ എന്റെ എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എ ആണ്, ഇത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർബെയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് മെഷർ ചെയ്യുന്നതാണ് അല്ലെ. ബാക്ക് ബെയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലേക്ക് മെഷർ ചെയ്യുന്നതാണ്. അതെപ്പോഴും ഓർക്കും കേട്ടോ. ആൻസർ എത്ര വരും? സി അല്ല, കറക്റ്റ് അല്ല. രണ്ടും കറക്റ്റ് വരില്ലല്ലോ. രണ്ടും കറക്റ്റ് അല്ല. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ഒരിക്കലും വരില്ല. ഒരെണ്ണമാണ് കറക്റ്റ്. എ ബിയുടെ ബാക്ക് ബെയറിംഗിനെ നമ്മൾ എ ബി എന്ന് തന്നെയാണോ വിളിക്കുന്നത് അതോ ബി എന്നാണോ വിളിക്കുന്നത്? അതാണ് ഇവിടെ നമുക്ക് സംശയം വരേണ്ട കാര്യം കേട്ടോ. ഫോർബെയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഫോർബെയറിംഗും എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ബാക്ക് ബെയറിംഗുമാണ് 180 ഡിഗ്രി ഡിഫർ ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് എ ബി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഞാൻ ഇത് വരച്ച് കാണിക്കാം. ഇത് നോർത്ത്, ഇത് സൗത്ത് എന്തും ആയിക്കോട്ടെ, സൗത്ത് നോർത്ത് എന്തും ആയിക്കോട്ടെ. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇത് എ, ഇത് ബി. അടുത്തത് നോക്കി, നെക്സ്റ്റ് ഒരു ക്വാഡ്രന്റ് ഇവിടെ വരച്ചു. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മുടെ നോർത്തിൽ നിന്ന് വരയ്ക്കുന്ന ആ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേര് ഫോർബെയറിംഗ്. ഇവിടെയും നോർത്തിൽ നിന്ന് വരയ്ക്കുന്നത് ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് ഫോർബെയറിംഗ് അല്ലെ. അപ്പൊ ഇതെന്താ? ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി എ. അപ്പൊ ഫോർബെയറിംഗ് ഓഫ് എന്തെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്? ഫോർബെയറിംഗ് ഓഫ് ബി എ എന്നാണ് പറയുന്നത്. ഫോർബെയറിംഗ് ഓഫ് ബി എ ആണ് ഇത്. ബി മുതൽ എ വരെ ഉള്ളത്. ഓക്കെ, ബി ടു എ അല്ലെ. ഇത് എ ടു ബി വരുമ്പോ ഫോർബെയറിംഗ് ഓഫ് എ ബി. ഇനി ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി എന്താ? എ ബിയുടെ ബാക്കിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ബാക്ക് ബെയറിംഗ് കേട്ടോ. അപ്പൊ എ ബിയുടെ തന്നെയാണ് ഫോർബെയറിംഗും ബാക്ക് ബെയറിംഗും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം കേട്ടോ. സോറി, ഡിഫറൻസ് 180 ഡിഗ്രി വരണം. അങ്ങനെയാണ് കേട്ടോ. എ ബിയുടെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് എ ലൈൻ ഈസ് നോൺ ആസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് എ ലൈനെ വിളിക്കുന്ന പേര് മറ്റൊരു പേരാണ്. അതിന്റെ ഓൾട്ടർനേറ്റ് നെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ബെയറിംഗ്, അസിമുത്ത്, ഫോർബെയറിംഗ്, അസ്യൂംഡ് ബെയറിംഗ്. ട്രൂ മെറിഡിയനും ഒരു ലൈനും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേര് ട്രൂ ബെയറിംഗ് എന്ന്. ഓക്കെ. ഇനി മാഗ്നറ്റിക് മെറിഡിയനും ഒരു ലൈനും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. അസ്യൂംഡ് മെറിഡിയനും ഒരു ലൈനും തമ്മിലുള്ള ആംഗിളിനെ അസ്യൂംഡ് ബെയറിംഗ് എന്നും വിളിക്കും. പക്ഷെ ഇവിടെ എന്താ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇല്ല അല്ലേ. ട്രൂ ബെയറിംഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അസിമുത്ത്. ഓക്കെ, അസിമുത്ത്. സോ ആൻസർ വരുന്നത് ബി ആണ്. ട്രൂ ബെയറിംഗിന്റെ മറ്റൊരു പേര് അതും ചോദിക്കാറുണ്ട്, അസിമുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് ഫോൾഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്
എർത്ത് സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേര്? ഡിക്ലിനേഷൻ, ടിപ്പ്, അസിമുത്ത്, ബെയറിംഗ്. നോക്കുക, അതെ ഡിപ്പാണ് കേട്ടോ. ഡിപ്പ് എന്നാ ഇവിടെ പേര്. അസിമുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റ് ഡിപ്പാണ് പി എസ് സിയുടെ ആൻസർ കേട്ടോ. അസിമുത്ത് പറയാൻ പറ്റൂല. സോ അസിമുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് ട്രൂ ബെയറിംഗിന്റെ അതർ നെയിം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കേസ് പറയുമ്പോൾ വരുന്നത് ഡിപ്പാണ് കണ്ടോ. മാഗ്നറ്റിക് നീഡിലും എർത്തിന്റെ സർഫസും ഹൊറിസോണ്ടൽ. സോ ഹൊറിസോണ്ടലിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേര് ഡിപ്പ് എന്നാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് പി എസ് സി എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, പോൾസിൽ ഡിപ്പിന്റെ വാല്യൂ എത്ര, ഇക്വേറ്ററിൽ ഡിപ്പിന്റെ വാല്യൂ എത്ര? കേട്ടോ, അസിമുത്ത് പോൾസിൽ ഡിപ്പിന്റെ വാല്യൂ എത്ര, അതുപോലെ തന്നെ ഇക്വേറ്ററിൽ ഡിപ്പിന്റെ വാല്യൂ എത്ര, അതൊക്കെ വളരെ എന്താ ഇതായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അസിമുത്ത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു ക്വാഡ്രന്റിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മെറിഡിയനിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അസിമുത്ത് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർബെയറിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് ഒരു ഇപ്പൊ നോർത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ലൈനിലേക്ക് മെഷർ ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് ആംഗിൾ, അത്രേ ഉള്ളൂ അസിമുത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആംഗിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രൂ ബെയറിങ്ങിനെ മീൻസ് അസിമുത്ത് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ക്ലോക്ക് വൈസ് ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അസിമുത്ത്. ആ ഒരു രീതി മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഡിപ്പ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following methods of contouring is most advantageous in case of a hilly terrain? ഹില്ലി റീജിയൻസിൽ ഉപയോഗിക്കുന്ന കോണ്ടൂറിംഗ് മെത്തേഡ് ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കോണ്ടൂറിംഗിൽ നമ്മൾ ഹില്ലി ടെറൈനിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഡയറക്ട് മെത്തേഡ്, സ്ക്വയർ മെത്തേഡ്, ക്രോസ് സെക്ഷൻ മെത്തേഡ്. ഒരിക്കലും നമ്മൾ ഡയറക്ട് മെത്തേഡ് ഉപയോഗിക്കത്തില്ല അല്ലെ. അതെ, ഡയറക്ട് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഹില്ലാണ്, ഇന്നാക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ക്രോസ് സെക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും റോഡ്, റെയിൽവേ, ഓക്കെ റോഡ്, റെയിൽവേ അങ്ങനെ നീളത്തിൽ പോകുന്നത്, അങ്ങനെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ക്വയർ മെത്തേഡ് നമ്മൾ മറ്റേ ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂറിംഗിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. സോ ഹില്ലി റീജിയൻസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ടാക്യോമെട്രിക് മെത്തേഡ് ആണ്. പറഞ്ഞതെല്ലാം കറക്റ്റ് ആട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസിറ്റീവ്നെസ് ഓഫ് എ ലെവൽ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരു ലെവൽ ട്യൂബിന്റെ സെൻസിറ്റീവ്നെസ്സിനെ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ഒന്ന്, ഇൻക്രീസിംഗ് ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, increasing the length of bubble, then increasing the diameter of the tube, increasing the roughness of the board. ഏതാണ്? ലെവൽ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റിനെ എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വല്ല വേണേലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആരും കമന്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. നമ്മൾ സെൻസിറ്റിവിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 രീതികൾ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ സെൻസിറ്റിവിറ്റി എന്തിന്റെയാ? ട്യൂബ് അല്ലെ. ട്യൂബിന്റെ ഡയമെൻഷൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഒന്ന്, ഇന്റേണൽ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാം. 2, ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. എപ്പോഴും ഓർക്കുക കേട്ടോ. പിന്നെ അതിനുള്ള വിസ്കോസിറ്റി കുറയ്ക്കുക, അതുപോലെ റഫ്നെസ് കുറയ്ക്കുക കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ട്യൂബിന്റെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യുക, അത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സ്മൂത്ത്നെസ്, റഫ്നെസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കൂടും? സ്മൂത്ത്നെസ് കൂടും അല്ലെ. അപ്പൊ അത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും കീവേഡ്സ് വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും പഠിക്കാൻ കേട്ടോ. അപ്പൊ ആൻസർ എന്ത് വരും? ഇൻക്രീസിംഗ് ദി ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബ്ലം ആണ്. സ്റ്റാർക്ക് റീഡിംഗ് റെക്കോർഡഡ് ആസ് ഫോർസൈറ്റ് 0.5 taken on a station of reduced level 302.25. If reduced level of benchmark is 300, calculated value of the backside. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത്ര ടഫ് അല്ല, അത്യാവശ്യം ഇക്വേഷൻസ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഫോർസൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാം. ഫോർസൈറ്റ് തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആണ്. റെഡ്യൂസ് ലെവൽ സ്റ്റേഷൻ അല്ലെ, അതായത് ഫോർസൈറ്റ് ഈസ് 0.5 ടേക്കൺ ഓൺ എ സ്റ്റേഷൻ ഓഫ്, അതായത് ഫോർസൈറ്റ് എടുത്ത സ്റ്റേഷന്റെ റെഡ്യൂസ് ലെവൽ ആണ് 302.250 അല്ലെ. ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവലോ? ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവലാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലെ. റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 300. അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്.
ബാക്ക് സൈഡ് എത്ര. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് വേണ്ടത് 2 ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് തന്നാൽ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റേഷനിലെ റെഡ്യൂസ് ലെവൽ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റിൽ നിന്നും ഒന്നെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റ് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർ സൈറ്റ് മൈനസ് ചെയ്യുക. ഈ 2 ഇക്വേഷൻസും വളരെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്ക് സൈറ്റ് പ്ലസ് ആണ്, ബാക്കി 2 സൈറ്റ് മൈനസ്. ഈ 2 ഇക്വേഷൻസ് എപ്പോഴും പഠിച്ചു വെച്ചേക്കും. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ബാക്ക് സൈറ്റിനെ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ബാക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ റെഡ്യൂസ് ലെവൽ ഓഫ് നെക്സ്റ്റ് സ്റ്റേഷൻ എത്രയാണ് ഇവിടെ? 302 ആണ് അല്ലെ? അപ്പൊ 302.25 ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് അറിയത്തില്ല മൈനസ് 0.5 അല്ലെ? അതാരാണ്? ഫോർ സൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാമല്ലോ. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്, സെക്കൻഡ് ഇക്വേഷൻ. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു 302ന്റെ കൂടെ 0.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 302.75 എന്ന് കിട്ടും. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്ക് സൈറ്റ് എങ്ങനെ കിട്ടും? ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മൈനസ് റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈറ്റ് കിട്ടും. ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷൻ കേട്ടോ. അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കുന്നവരാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് 302.75 ആണ്. അതിൽ നിന്ന് റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് 300 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് എത്ര കിട്ടി? 2.75 മീറ്റർ എന്ന് കിട്ടി ബാക്ക് സൈഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ എല്ലാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. 2.75 ആണ് ആൻസർ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ, പ്രോബ്ലം ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The staff reading taken at the stations A, B, C, D from a single setup of level R. ഓരോ എയുടേത്, ബിയുടേത്, സിയുടേത്, ഡിയുടേത് സ്റ്റാഫ് റീഡിങ്സ് മാത്രമാണ് വന്നേക്കുന്നത് അല്ലെ? കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് റീഡിങ് പ്രത്യേകിച്ച് അത് വരച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് റീഡിങ് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എന്തുവാ സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് വരച്ചു തരാം. അപ്പം വരച്ചു നോക്കി കൺഫേം ചെയ്യേണ്ടവർ കാണും ഈ കൂട്ടത്തിൽ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം വരയ്ക്കാൻ പോണത് ഒരു ഡബ്ബി ലെവലിന്റെ പടമാണ്. അപ്പൊ ഡബ്ബി ലെവൽ ഒരു സ്ഥലത്തായിരിക്കല്ലോ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഞാൻ എന്റെ ആദ്യം ഓക്കെ 10:30 വരെ ഇരിക്കാൻ പറ്റില്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് എയിലെ റീഡിങ് 0.92, ബിയിലെ റീഡിങ് 2.255, സിയിലെ റീഡിങ് 1.805, ഡിയിലെ റീഡിങ് 1.7. സോ ഞാൻ ആദ്യമേ എന്റെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിരിക്കുന്നു എവിടെ? എയിൽ. ഓക്കെ, എയിലെ റീഡിങ് 0.92. അപ്പൊ നമ്മുടെ ഈ ലൈൻ ഓഫ് സൈറ്റ് എങ്ങനെയാ വരുന്നത്? സ്ട്രെയിറ്റ് അല്ലെ? നേരെയാണ് ലൈൻ ഓഫ് സൈറ്റ് പോകുന്നത് അല്ലെ? അപ്പം ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും താഴത്തേക്കുള്ള റീഡിംഗ് ആണെന്ന് ഓർക്കുക ഈ 0.92. എപ്പോഴും ഓർക്കണം കേട്ടോ. ഒരു ലെവലിംഗ് സ്റ്റാഫിന്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്നും ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള റീഡിംഗ് ഡിസ്റ്റൻസ് ആണ് റീഡിംഗ്. ഒന്നുകൂടെ പറയാം, ഏറ്റവും ലെവലിംഗ് സ്റ്റാഫിന്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്നാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ ലെവലിംഗ് സ്റ്റാഫിന്റെ ബോട്ടം ഇരിക്കുന്ന എവിടെ? ഗ്രൗണ്ടിൽ. അവിടെ മുതൽ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഓരോ റീഡിങ്ങും. എപ്പോഴും ഓർക്കുക. അപ്പോ 0.92 എവിടെയോ ഇരിക്കുന്നു അല്ലേ? ഇത്രയാണ് വിചാരിക്കുക കേട്ടോ. 0.92. അടുത്ത എന്താണ്? ഇത് എ. അടുത്ത ബി. ബി എന്ന് പറയുന്നത് എന്താ? ഇവിടെ മുതൽ വീണ്ടും താഴത്തേക്ക് പോകണം അല്ലെ? 2.255 കിട്ടണമെങ്കിൽ ബി. അപ്പൊ എന്റെ ലെവലിംഗ് സ്റ്റാഫ് എവിടെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇത്രയും താഴ്ന്നായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മുകളിലാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് ഏകദേശം 1.8. ഓക്കെ, അപ്പൊ ലെവലിംഗ് സ്റ്റാഫ് പിന്നെ വരുന്നു. അടുത്ത ലെവലിംഗ് സ്റ്റാഫ് കുറച്ചും കൂടെ പൊക്കത്തിലാണ് ഇരിക്കുന്നത്, 1.7. ഞാൻ വരയ്ക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ അപ്പൊ എന്റെ ഗ്രൗണ്ട് എങ്ങനെ? അതാ ഇങ്ങനെയൊക്കെ വളഞ്ഞിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഞാനിപ്പോ മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് നോക്കി. എ ഈസ് ദ ഹയസ്റ്റ് സ്റ്റേഷൻ ആണോ? അതെ, എ ആണ് ഹയസ്റ്റ് ഇരിക്കുന്നത് അല്ലെ? ഏറ്റവും ഉയരത്തിലിരിക്കുന്നത് എ ആണ്. ബാക്കി കൂടെ നോക്കാം. ബി ഈസ് ദി ഹയസ്റ്റ് സ്റ്റേഷൻ ആണോ? അല്ല, ഏറ്റവും താഴത്തിരിക്കുന്നത് ബി ആണ്. സി ഈസ് ലോവർ ദാൻ ബി ആണോ? അല്ല, സി ബിനേക്കാളി പൊക്കത്താണ്. ഡി ഈസ് ഹയർ ദാൻ എ ആണോ? അല്ല, എ ആണ് ഹയർ. അപ്പൊ ആൻസർ എന്ത് വരും? എ ഈസ് ദ ഹയസ്റ്റ് സ്റ്റേഷൻ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, റീഡിംഗ് നോക്കാം. ഏറ്റവും കുറവ് റീഡിംഗ് ഏതാണോ അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും കുറവ് റീഡിംഗ് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. പരീക്ഷയ്ക്ക്
ഇപ്പൊ നമുക്ക് പഠിപ്പ് ഓർമ്മയില്ല. അങ്ങനാണെങ്കിൽ വരച്ചു നോക്കാം. വരച്ചു നോക്കാനുള്ള മാർഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചെറിയ റീഡിങ് ഏറ്റവും പൊക്കത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓർക്കുക. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A backside reading of 1.655 was observed at a point P whose reduced level is 100 meters. Find the reduced level at point Q at which the observer staff reading is 1.5. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതിയേക്കാം. ബാക്ക് സൈറ്റ് തന്നിട്ടുണ്ട്. ബാക്ക് സൈറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സൈറ്റ് ആണ് അല്ലെ. 1.655 is observed at point P. പിയിലെ ബാക്ക് സൈറ്റ് ആണ് ഇത്. അവിടുത്തെ തന്നെ റെഡ്യൂസ് ലെവൽ ആദ്യത്തെ അല്ലേ. ആദ്യത്തെ റെഡ്യൂസ് ലെവൽ ഓഫ് പി എത്രയാ? 100 മീറ്റർ. ഇനി അടുത്ത പോയിന്റ് ക്യൂ. റെഡ്യൂസ് ലെവൽ ഓഫ് ക്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം, അറിയുക അല്ലെ. നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? അവിടെ എടുത്ത സ്റ്റാഫ് റീഡിങ്. അത് എന്തുവാണ്? ഫൈനൽ റീഡിങ്ങോ ഇന്റർമീഡിയറ്റോ നമുക്കറിയത്തില്ല. ഫോർസൈറ്റ് ആവാം, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആവാം. അപ്പൊ ഞാൻ രണ്ടും കൂടി എഴുതി. ഫോർസൈറ്റ് ഓർ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത് 1.5 ആണെങ്കിൽ ഇതെത്ര അല്ലെ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഇക്വേഷൻ എഴുതുക. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സെറ്റ്. ഏതാണിത്? ആദ്യത്തെ പോയിന്റിലെയാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റിലെ റെഡ്യൂസ് ലെവൽ ഓഫ് സെക്കൻഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു ആദ്യം കിട്ടിയ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മൈനസ് ഫോർസൈറ്റ് ഓർ ഇന്റർമീഡിയറ്റ് സൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് വേണം. റെഡ്യൂസ് ലെവൽ 100 ആണ്. 100ന്റെ കൂടെ 1.655 ആഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടി 101.655. ഇനി ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊടുക്കണം. റെഡ്യൂസ് ലെവൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു 101.655 ആണ്. അതിൽ നിന്ന് ഫോർസൈറ്റ് ഓർ ഇന്റർമീഡിയറ്റ് സൈറ്റ് 1.5 ഞാൻ മൈനസ് ചെയ്തു. സോ 101.001. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഉണ്ടോ നോക്കിയേ. ഉണ്ട്. 100.155 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ നമ്മൾ വായിച്ച് പഠിക്കാം അതൊക്കെ എങ്ങനെ വരുന്നു, ഇക്വേഷൻ ഇതാണ്, ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്റ്റാഫ് ഈസ് ഹെൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1400 meter from a level. If the reading on the staff is 3.693 meter, the reading corrected for curvature. അപ്പൊ സ്റ്റാഫ് റീഡിംഗ് ഒക്കെ കാണുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെയാണെന്ന്. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്താണ് കണ്ടുപിടിക്കേണ്ടത്. The reading corrected for curvature and refraction combined is. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കിയാൽ. സ്റ്റാഫ് റീഡിംഗ് ഒക്കെ തന്നിട്ടുണ്ട് അവര്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റീഡിംഗ് കറക്റ്റഡ് ഫോർ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. അതായത് കർവേച്ചർ കറക്ഷനും റിഫ്രാക്ഷൻ കറക്ഷനും കൂടി ചേരുന്നതാണ് കമ്പൈൻഡ് കറക്ഷൻ. അപ്പൊ കമ്പൈൻഡ് കറക്ഷൻ ചെയ്തതിന് ശേഷമുള്ള റീഡിംഗ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കിട്ടിയ റീഡിംഗ് 3.693 ആണ്. പക്ഷെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കർവേച്ചർ കറക്ഷൻ ഇക്വേഷൻ മൈനസ് 0.0785 d² ആണ്. കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ 0.112 d². ഇതൊക്കെ ഇക്വേഷൻ മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. നോക്കിയേ, പ്രത്യേകിച്ച് ഇത് കാണാതെ പഠിക്കേണ്ട. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഈ ഓക്കെ കമ്പൈൻഡ് കറക്ഷൻ. അപ്പൊ ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? കമ്പൈൻഡ് കറക്ഷൻ ആണ് വേണ്ടത്. കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു കറക്ഷൻ ഫോർ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. അപ്പൊ എത്ര വരും? 0.0673 d². പിന്നെ ഡി എന്താ? ഡിസ്റ്റൻസ് തന്നിട്ടില്ലേ? ആ ഡിസ്റ്റൻസ് ആണ് ഡി. പക്ഷെ ഓർക്കുക ഡി എന്ന് പറയുന്നത് കിലോമീറ്ററിലാക്കി വേണം ചെയ്യാൻ. കിലോമീറ്റർ ചെയ്താലേ നമുക്ക് മീറ്ററിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ കമ്പൈൻഡ് കറക്ഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0673 into d². 1400 മീറ്റർ എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ആണ്? 1.4 കിലോമീറ്റർ. അപ്പൊ 1.4ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 1.4 into 1.4 എന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 1.4 14 196 ആണ് വരുന്നത്. സോ ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും പോയിന്റുകളൊക്കെ മാറ്റിയാണ് ഒക്കെ പോയിന്റ് ഇടാനായിട്ട് കേട്ടോ. അപ്പൊ കിട്ടുന്ന ആൻസർ 0. ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടുന്നുണ്ടോന്ന് 0.131908 എന്ന് കിട്ടും കേട്ടോ. ഇത് ചെയ്യുമ്പോൾ ഇത് മൊത്തം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ റീഡിംഗ് എന്ത് മാറുന്നു അല്ലെ. കിട്ടിയ റീഡിംഗ് 3.693 മീറ്റർ ആണെങ്കിൽ കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് എത്രയാ? നെഗറ്റീവ് ആണ് അല്ലെ, മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് മൈനസ് ചെയ്യണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് ആ മൈനസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ഥലമാണിത്. -0.13
1908 ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും മാത്രം ചെയ്യും, ഇത്രയും സ്ഥാനങ്ങൾ മാത്രം ചെയ്താലും മതി. ആൻസർ കിട്ടും 3.561 എന്ന് ആൻസർ കിട്ടും കേട്ടോ. ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ആണല്ല, ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്കൊന്നും എല്ലാം പ്രയാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് സെവറൽ കോണ്ടൂർസ് കോയിൻസൈഡ് ഹൊറിസോണ്ടൽ ഇക്വലന്റ് ബീയിങ് 0. ഹൊറിസോണ്ടൽ ഇക്വലന്റ് 0യുമാണ്, കോണ്ടൂറുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. കോയിൻസൈഡ് ചെയ്യുക, കോയിൻസൈഡ് ചെയ്യുന്നതിന്റെ മറ്റൊരു പേര് പരീക്ഷയ്ക്ക് വരുന്നത്, ഓക്കെ, യുണൈറ്റ് ചെയ്യുക, യുണൈറ്റ് കേട്ടോ. കോയിൻസൈഡ് അല്ലെങ്കിൽ കൂട്ടിമുട്ടുക, കൂട്ടിമുട്ടുന്നതിനെയാണ് കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റി, പക്ഷേ ഇനി തെറ്റത്തില്ല, ഞാൻ അതിനുള്ള മാർഗം പറഞ്ഞുതരാം. യുണൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കൂട്ടിമുട്ടുക കേട്ടോ. മലയാളത്തിൽ എഴുതണ്ടല്ലോ അല്ലെ, കൂട്ടിമുട്ടുക. ഇപ്പൊ കൂട്ടിമുട്ടുന്ന എങ്ങനെ, ഒരാൾ ഇങ്ങനെ വരുന്നു, ഒരാൾ ഇങ്ങനെ വരുന്നു, കൂട്ടിമുട്ടും അല്ലെ. ഇങ്ങനെ വരുന്നു, ഒരാൾ ഇങ്ങനെ വരുന്നു, ഒരാൾ ഇങ്ങനെ വരുന്നു, രണ്ടുപേരുടെ കൂട്ടിമുട്ടുന്നു. അപ്പൊ ആരായി, ബി ആയി അല്ലെ. വെർട്ടിക്കൽ ക്ലിപ്പാണ് കോയിൻസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ യുണൈറ്റ്, ഒത്തുചേരുന്നത്. രണ്ട് ഡിഫറെന്റ് ആളുകളായിരുന്നു, രണ്ട് ദിശയിൽ നിന്ന് വന്ന് ഒത്തുചേർന്നു, ഓക്കെ, കോയിൻസൈഡ് ചെയ്തു, യുണൈറ്റ് ചെയ്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇനി തെറ്റിക്കരുത്. യുണൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന ആളാണ് ആര്, വെർട്ടിക്കൽ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ക്ലിപ്പ് യുണൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇയാള് ക്രോസ് ചെയ്യുക, ക്രോസ് കേട്ടോ. ക്രോസ് ചെയ്യുന്ന ആള് ക്രോസ്, ഓവർ ഹാങ്ങിങ് ക്ലിപ്പ് കേട്ടോ. ആ രീതിയിൽ ഓർക്കുക, ഞാൻ പടം കൊടുത്തിട്ടുണ്ട്. ഓവർ ഹാങ്ങിങ് ക്ലിപ്പ് ക്രോസ് ചെയ്യുന്ന കേട്ടോ, ഒരു കോണ്ടൂറിന്റെ ഉള്ളിലൂടെ വേറൊരു കോണ്ടൂർ കടന്നു നോക്കും. ഇത് എല്ലാം കൂടി ഒത്തുചേർന്ന് വരുന്ന ആളാണ് കേട്ടോ വെർട്ടിക്കൽ ക്ലിപ്പ്. ഒരാൾ വെർട്ടിക്കലായിട്ട് പോയാൽ മാത്രമല്ലേ നമുക്ക് ഇതെല്ലാം അല്ലെ, കോണ്ടൂറുകൾ ഇങ്ങനെയല്ല നമ്മൾ വരയ്ക്കുന്ന കോണ്ടൂർ. ഇങ്ങനെ വരയ്ക്കും, വീണ്ടും ഇങ്ങനെ വരയ്ക്കും, വീണ്ടും ഇങ്ങനെ വരയ്ക്കും, എല്ലാവരും ഒരിടത്ത് കൂട്ടിമുട്ടും. ഓക്കെ, അതാണ് വെർട്ടിക്കൽ ക്ലിപ്പ്. മറ്റതാണ് ഓവർ ഹാങ്ങിങ് ക്ലിപ്പ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. നമുക്ക് എല്ലാം പഠിക്കാൻ ഓരോ ടിപ്പുകൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിപ്പോ പുറത്ത് പറയാൻ പറ്റാത്തതാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a method for interpolation of contours? കോണ്ടൂറിന്റെ ഇന്റർപൊളേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണ്? സ്പോട്ട് ലെവലിംഗ്, ഗ്രാഫിക്കൽ മെത്തേഡ്, അരിത്തമെറ്റിക് മെത്തേഡ്, എസ്റ്റിമേഷൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് അല്ലേ. കാരണം ഉപയോഗിക്കാത്ത മെത്തേഡാണ്. ഉപയോഗിക്കുന്നത് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേനെ, പക്ഷെ ഉപയോഗിക്കാത്തത് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ സ്പോട്ട് ലെവലിംഗ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the advantage of, അതെ കറക്റ്റ് ആണല്ലോ. ഓക്കെ, the advantage of reciprocal leveling is that, എന്തിനാണ് reciprocal leveling ഉപയോഗിക്കുന്നത്? It eliminates the errors due to curvature and refraction. It eliminates collimation error. Both A and B, none of them. ഏതിനായിരിക്കും? ഓക്കെ, റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ ചെയ്യുന്ന എവിടാന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇന്നാക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്യുന്നതാണ്. മീൻസ് ഇപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ ഒരു കായലോ ലേക്കോ വാട്ടർ ബോഡി ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആദ്യം ലെവലിംഗ് സ്റ്റാഫ് വെക്കും. ഇവിടെ മീൻസ് ഇവിടെ ലെവലിംഗിന്റെ ഇൻസ്ട്രുമെന്റ് ലെവൽ വെക്കും. ഇവിടെ നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് വെക്കും. എന്നിട്ട് റീഡിങ് എടുക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. അതായത് രണ്ടിടത്തും മാറി മാറി എടുക്കുക. അതാണ് റെസിപ്രോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എററുകൾ എലിമിനേറ്റ് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ എലിമിനേറ്റ് ചെയ്യുന്ന എറർ ഒന്ന് കർവേച്ചറും റിഫ്രാക്ഷനും മൂലമുള്ള എറർ, രണ്ടാമത്തത് കോർഡിനേഷൻ എറർ കേട്ടോ. സോ ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് കർവേച്ചർ കറക്ഷൻ, എന്താണ് റിഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്മാർട്ട് സ്റ്റേഷൻ ഈസ്, എന്താണ് ഒരു സ്മാർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്? ഇതൊക്കെ റീസെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. A total station with a software to calculate and display many quantities. A total station with an integrated GPS module with the displays units on both sides. A total station attached to computer. എന്തിനെയാണ് ഒരു സ്മാർട്ട് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്? എന്തായാലും ടോട്ടൽ സ്റ്റേഷൻ ആയിരിക്കും അല്ലേ. അതിൻ്റെ കൂടെ എന്ത് ചേരുമ്പോഴാണ് ഒരു സ്മാർട്ട് സ്റ്റേഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻസർ ഇതൊക്കെ നിമിയിൽ വരുന്നതാണ്. നിമി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ് സംഭവം. എ ടോട്ടൽ സ്റ്റേഷൻ വിത്ത് ആൻ ഇന്റഗ്രേറ്റഡ് GPS മൊഡ്യൂൾ ആണ് സ്മാർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ടോട്ടൽ സ്റ്റേഷൻ വിത്ത് ആൻ ഇന്റഗ്രേറ്റഡ് GPS മൊഡ്യൂൾ. 2025 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ ലേയിങ് ഓൺ ദി ഗ്രൗണ്ട് മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ്. കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ, കോണ്ടൂറിൽ ഇൻക്ലിനേഷൻ വരിക എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇൻക്ലിനേഷൻ വരിക എന്ന് പറയുമ്പോൾ
മീൻസ് എന്താണ് അതുകൊണ്ട് ആ ഒരു പേര് ഇൻക്ലിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പേര് ഏതാന്ന് നോക്കിയേ. ഗ്രേഡ് കോണ്ടൂർ, കോണ്ടൂർ ലൈൻ, എബോണിക് ലൈൻ, ഐസോക്ലിനിക് ലൈൻ. ഓക്കെ, കോൺസ്റ്റന്റ് ഇൻക്ലിനേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന പദം യൂസ് ചെയ്ത് നമ്മൾ പറയുന്നത് ചരിവാണ് അല്ലെ ഇൻക്ലിനേഷൻ. അപ്പൊ ചരിവ് വരുമ്പോ ഏതായിരിക്കും വരുന്നത്? ഗ്രേഡിയന്റ് ആണ് വരുന്നത് കേട്ടോ. ചരിവ് മീൻസ് ഗ്രേഡിയന്റ് ആണ്. സോ ഗ്രേഡ് കോണ്ടൂർ ആണ് അതിന്റെ ആൻസർ. അതായത് ഒരു ഗ്രൗണ്ടില് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് ചരിച്ചു വരയ്ക്കുന്ന വരെ വിളിക്കുന്ന പേര് ഗ്രേഡ് കോണ്ടൂർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൈൻ ഓഫ് സൈറ്റ് മേ നോട്ട് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ് ഇൻ ദ കേസ്. വെർട്ടിക്കൽ ആക്സിസും ലൈൻ ഓഫ് സൈറ്റും പെർപെൻഡിക്കുലർ അല്ലാത്തത്. പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഓക്കെ, മേ നോട്ട് ബി, ആവാതെയും ഇരിക്കാം. അത് ഏതിന്റെ കേസിലാണ്? ഡംബി ലെവൽ, ബൈ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, നൺ ഓഫ് ദി അബോവ്. ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്ന ആൻസറുകളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൻസറുകളാണ്. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസും ലൈൻ ഓഫ് സൈറ്റും അതെ പരസ്പരം പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. അങ്ങനത്തത് ടിൽറ്റിംഗ് ലെവൽ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ടിൽറ്റിംഗ് ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While traversing anti-clockwise, a closed traverse of n sides, theoretical sum of included angles should be. That is sum of included angles in the case of anti-clockwise traverse. ആലോചിച്ച് നോക്കിയേ, ആന്റി ക്ലോക്ക്വൈസ് ആയിട്ട് മെഷർ ചെയ്യുന്നത് എക്സ്റ്റീരിയർ ആണോ ഇന്റീരിയർ ആണോ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ പറയുക കേട്ടോ. നമ്മളൊരു ആംഗിളിനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ആംഗിൾ ആയിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾസിനെയാണ് നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് പറയുന്നത് എപ്പോഴും ഇന്റീരിയർ ആംഗിൾസിനെയാണ്. ഇത് ഇച്ചിരി വളഞ്ഞാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായെങ്കിൽ മാത്രമേ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾസ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഒരു ട്രാവേഴ്സിൽ ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ ഇന്റീരിയർ ആംഗിൾ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു ട്രാവേഴ്സ് ഞാൻ ചുമ്മാ ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. കുറെ പേർക്ക് സംശയം കാണും. ഇതൊരു ട്രാവേഴ്സ് ആണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ആംഗിൾ കണ്ടോ. ഇൻക്ലൂഡ് ആംഗിൾ ഇതാണ്, പുറത്തുള്ള ആംഗിൾ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും ഇൻക്ലൂഡ് ആംഗിൾ. പറയുന്ന മനസ്സിലാവുന്നില്ല? ചെറിയ രീതിയിലെങ്കിലും എല്ലാവർക്കും കത്തിക്കാണോന്ന് വിചാരിക്കുന്നു. സോ എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഇൻക്ലൂഡ് ആംഗിൾ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആരാന്നാ പറഞ്ഞത്? ഇന്റീരിയർ ആംഗിൾ ആണെങ്കിൽ എന്താ ഇക്വേഷൻ ഏതാ വരുന്നത്? ഇന്റീരിയർ ആംഗിളിന്റെ ഇൻക്ലൂഡ് ആംഗിൾസിന്റെ സം എന്താ വരുന്ന ഇക്വേഷൻ നോക്കിക്കോളുക. സം ഓഫ് മെഷേർഡ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 2n - 4 × 90 ഡിഗ്രി ആണ്. എക്സ്റ്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ 2n + 4 × 90 ഡിഗ്രി ആണ് കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡിഫ്ലക്ഷൻ ആംഗിൾസ് വേരിയസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ടു 180 ഡിഗ്രി ആണ് കേട്ടോ. അതും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഏതാണ്? 180 ഡിഗ്രി. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ സമ്മ്, ഓൾജിബ്രൈക് സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് അതെന്താണ്? 360 ഡിഗ്രി. ഇതൊക്കെ മാറിപ്പോകരുത് കേട്ടോ. ഡിഫ്ലക്ഷൻ ആംഗിൾ, ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിന്റെ മാക്സിമം വാല്യൂ 180 ഡിഗ്രി, വേരി ചെയ്യുന്നത് 0 മുതൽ 180 ഡിഗ്രി വരെ ആവാം. സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസ് 360 ഡിഗ്രി ആണ്. പിന്നെ വരുന്ന ഈ രണ്ട് ഇക്വേഷൻസും കൂടി പഠിച്ചു വെച്ചിട്ട് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആൻസർ വരുന്നത് ബി ആണ്, 2n - 4 × 90 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ബൗഡിച്ചസ് റൂൾ ഓഫ് ട്രാവേഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എറേഴ്സ് ഇൻ ദി ലീനിയർ മെഷർമെന്റ്സ് ആണ്. ലീനിയർ മെഷർമെന്റിൽ എടുക്കുന്ന ലീനിയർ മെഷർമെന്റ്സിൽ നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് ചെയ്യുമ്പോഴുള്ള എററുകളുടെ പ്രത്യേകത ബൗഡിച്ചസ് റൂൾ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ, പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ, പ്രൊപ്പോർഷണൽ ടു എൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ. ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, നമ്മൾ ട്രാവേഴ്സിംഗിന്റെ എററിനെ എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെ, ക്ലോസിംഗ് എറർ കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൗഡിച്ചസ് റൂൾ. ഓക്കെ, വേറൊരു മെത്തേഡാണ് ട്രാൻസിറ്റ് റൂൾ. ഓക്കെ, ഒരു മെത്തേഡ് ട്രാൻസിറ്റ് റൂള്, രണ്ടാമത്തെ മെത്തേഡ് ബൗഡിച്ചസ് റൂൾ. ഓക്കെ, ഓക്കെ, ഞാൻ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോക്കിയേക്കുക. ലീനിയർ മെഷർമെന്റ്സ് ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആയിരിക്കും. ആംഗുലാർ മെഷർമെന്റ്സ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആയിരിക്കും കേട്ടോ. തെറ്റിപ്പോകരുത്, കുഴപ്പമില്ല, പക്ഷെ ആലോചിക്കുക, എപ്പോഴും ഓർത്ത് വയ്ക്കുക. ബൗഡിച്ചസ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീനിയർ മെഷർമെന്റ്സിനും ആംഗുലാർ മെഷർമെന്റ്സിനും വേണ്ടിയാണ്. എപ്പോഴും ഓർക്കണം, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലീനിയർ മെഷർമെന്റിനും ആംഗുലാർ മെഷർമെന്റിനും ഈക്വൽ പ്രിസൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് റൂളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
കേട്ടോ. അതെങ്ങനെ ഓർത്തിരിക്കാന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ബൗഡിച്ചസ് റൂൾ അല്ലേ? ബൗഡിച്ചസ് റൂളിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്താണ്? ബിയും ഓയും അല്ലേ? സോ ബോത്ത് എന്ന് വെച്ചാൽ രണ്ടും അല്ലെ? ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലാർ മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂള് ബൗഡിച്ചസ് റൂൾ എന്ന് ഓർമ്മ കേട്ടോ. അതെപ്പോഴും ഓർമ്മണേ. അപ്പം ലീനിയർ മെഷർമെന്റിന്റെ കേസ് ആണെങ്കിൽ എറേഴ്സ് പ്രൊപ്പോർഷണൽ ടു റൂട്ടല്ലായിരിക്കും. ആംഗുലാർ ആണെങ്കിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ടല്ലായിരിക്കും. ഇവിടെ എൽ ആയതുകൊണ്ട് പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ബി ആണ്, പ്രൊപ്പോർഷണൽ ടു റൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of establishing intermediate points between two end points which are not intervisible with the help of a theodolite is known as. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യുക. Process of establishing intermediate points between two end points ആണ് which are not intervisible with the help of a theodolite is known as. ഇതൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ആലോചിച്ച് വേണം ആൻസർ പറയാൻ. ഇന്റർപോളേഷൻ, ബാലൻസിങ് ഇൻ, റേഞ്ചിങ്, ലൈനിങ് ഇൻ. ഏതാണ് ആൻസർ വരുന്നത്? സുജിത്ത്, അല്ലു, ബിനോയ് എല്ലാവരും ആൻസർ ചെയ്തെന്ന്. ഓക്കെ, എല്ലാവർക്കും മിക്കവാറും പേർക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, ബാക്കിയുള്ളവരോട് ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഇതിൽ നിന്നാണ് പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആലോചിക്കുക. പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ബിറ്റ്വീൻ ടു എൻഡ് പോയിന്റ്സ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ ഏതാണ്? റേഞ്ചിങ് ആണ് കേട്ടോ. റേഞ്ചിങ് ആണ് ആൻസർ. പക്ഷേ റേഞ്ചിങ് ആൻസർ വരത്തില്ല എപ്പോ? വിച്ച് ആർ നോട്ട് ഇന്റർവിസിബിൾ. പരസ്പരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? എന്ത് റേഞ്ചിങ് ആണ്? ഇൻഡയറക്ട് റേഞ്ചിങ് ആണ് അല്ലെ? പരസ്പരം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്ട് റേഞ്ചിങ്, പരസ്പരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻഡയറക്ട് റേഞ്ചിങ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇൻഡയറക്ട് റേഞ്ചിങ് നമ്മൾ ചെയ്യുന്നു എങ്ങനെ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇൻഡയറക്ട് റേഞ്ചിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസിങ് എന്ന് കേട്ടോ. ഇൻഡയറക്ട് റേഞ്ചിങ് ചെയ്യുന്നത് തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബാലൻസിങ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഒരിക്കലും മറക്കരുത്. ഓർക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. ഡയറക്ട് റേഞ്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റും, DR എന്നിട്ട്. ഇൻഡയറക്ട് റേഞ്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്തിനെ ഉപയോഗിച്ചിട്ട്? തിയോഡലൈറ്റിനെ ഉപയോഗിച്ചിട്ട്. ഇതും തിയോഡലൈറ്റിനെ ഉപയോഗിച്ചിട്ട്. ഡയറക്ട് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈനിങ് കേട്ടോ. ഇനി ഇൻഡയറക്ട് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ്. ഓക്കെ, നിങ്ങൾ ബിന്ദു എന്ന് ഓർത്താൽ മതി. ബിന്ദു, BI. ബാലൻസിങ് ഇന്നാണ് ഇൻഡയറക്ട് റേഞ്ചിങ് കേട്ടോ. ഇത് ഡയറക്ട് റേഞ്ചിങ് ആണെങ്കിൽ ലൈനിങ്. ലൈൻ, ഒരു ലൈൻ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇൻഡയറക്ട് റേഞ്ചിങ് ആണെങ്കിൽ ബാലൻസിങ് എന്നാണ്. എന്ത് ഉപയോഗിച്ചിട്ടാ? തിയോഡലൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, തിയോഡലൈറ്റ് നമ്മൾ റേഞ്ചിങ്ങിലും ഉപയോഗിക്കുക അല്ലെ? സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയുവാണ്. benchmark established by the Survey of India Department with very high precision with reference to mean sea level at Karachi as the datum are known. കറാച്ചിയിലാണ് നമ്മുടെ മീൻ സീ ലെവൽ ഉള്ളത്. ആ മീൻ സീ ലെവലിനെ വിത്ത് റെസ്പെക്ട് ടു സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ്? പെർമനന്റ്, GTS, ആർബിട്രറി ബെഞ്ച് മാർക്ക്, ടെമ്പററി ബെഞ്ച് മാർക്ക്. എന്താണെന്നും കൂടെ കമന്റ് ചെയ്ത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് GTS ബെഞ്ച് മാർക്ക്. GTSന്റെ ഫുൾ ഫോമും കൂടെ ഒന്ന് കമന്റ് ചെയ്യാമെങ്കിൽ അത്രയും സന്തോഷം. GTS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷം. GTS എന്താ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ കേട്ടോ. ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ ആണ്. ഓക്കെ, ഇനി GTS ബെഞ്ച് മാർക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കമന്റ് ചെയ്ത്. GTS ബെഞ്ച് മാർക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ്? അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. GTS ബെഞ്ച് മാർക്കുകൾ തമ്മിലുള്ളത് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 100 കിലോമീറ്റർ ആണ് കേട്ടോ. ഒരു GTS ബെഞ്ച് മാർക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അടുത്തത് 100 കിലോമീറ്റർ മാറുക. അങ്ങനെയാണ് കേട്ടോ, ഇന്ത്യയിലുടനീളം. ഓക്കെ, പിന്നെ ഇതിന് ഇപ്പൊ ഇത് GTS ബെഞ്ച് മാർക്ക്, ഇത് GTS മാർക്ക്. ഇതിന്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബെഞ്ച് മാർക്കുകൾ ഉണ്ടെങ്കിൽ അതാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക്. ഓക്കെ, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ കൊടുത്തിട്ടില്ലേ ബെഞ്ച് മാർക്കൊക്കെ അല്ല, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ
പെർമനന്റ് ബെഞ്ച് മാർക്ക്. GTS ബെഞ്ച് മാർക്കുകൾക്കിടയിലാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക് വരുന്നത്. അവ എത്ര കിലോമീറ്റർ അപ്പാർട്ടാണെന്ന് അറിയാമോ? 10 കിലോമീറ്റർ ആണ് കേട്ടോ. 10 കിലോമീറ്റർ മാറിയാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ള GTS ബെഞ്ച് മാർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുടനീളം സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ്. അതിനിടയിലായിട്ടുള്ളത് പെർമനന്റ് ബെഞ്ച് മാർക്കാണ് 10 കിലോമീറ്റർ അപ്പാർട്ട്. പിന്നെ ടെമ്പററി ബെഞ്ച് മാർക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഒരു ദിവസത്തെ വർക്ക് തീർന്നു, വർക്ക് കംപ്ലീറ്റ് ആയില്ല, അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു ബെഞ്ച് മാർക്ക്, നാളത്തെ വർക്ക് ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയായിട്ട്, അതിനാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യത്തില്ലേ സർവേ, അല്ല ലെവലിംഗ് ചെയ്യത്തില്ലേ? അപ്പൊ നമ്മൾ 10, ഒരു ബെഞ്ച് മാർക്ക് 100 ആണ്, ഒരു ബെഞ്ച് മാർക്ക് 10 ആണ്, 50 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യത്തില്ലേ? അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, ചുമ്മാ ചെറിയ ചെറിയ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അസ്യൂം ചെയ്യുന്നതാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല പല കാര്യങ്ങളായിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മീൻസ് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടാം. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിടാം കേട്ടോ. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ടെസ്റ്റ് എക്സാം എന്താണെന്നറിയില്ല. ഒക്ടോബർ 30. ഒക്ടോബർ 30-നാണ് എക്സാം കേട്ടോ. നല്ലപോലെ പഠിക്കുക എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും അപ്പം സർവേ ഓക്കെ മീൻസ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇത് ഓക്കെ ആവുള്ളൂ കേട്ടോ. ചുമ്മാ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യമേ ഓരോ പോർഷൻസ് പഠിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. കിട്ടുന്ന ക്വസ്റ്റ്യനുകളെല്ലാം നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് സോഴ്സുകൾ അവൈലബിൾ ആണ്. സോ മാക്സിമം ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കാം. അപ്പോഴേ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് വരാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും ആൻസറുകൾ പറയാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആക്കാൻ പറ്റും. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്കാണ് പ്രയോജനം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.